തൊഴിൽ സുരക്ഷയെ കേന്ദ്രം അട്ടിമറിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ കോറോ ഹെൽത്തിൽ കാണുന്ന സംഭവവികാസങ്ങൾ. കടുത്ത തൊഴിൽ ചൂഷണത്തിനെതിരെ പ്രതികരിച്ച തൊഴിലാളികളെ കൈകാര്യം ചെയ്ത രീതി അംഗീകരിക്കാൻ കഴിയുന്നതല്ല. തൊഴിൽ നിയമങ്ങളെ കാറ്റിൽ പറത്തി ഏകപക്ഷീയമായി നടത്തുന്ന ഇത്തരം പിരിച്ചുവിടലുകൾ കേരളം പോലുള്ള ഒരു സംസ്ഥാനം അംഗീകരിക്കില്ല. സംസ്ഥാനത്ത് വ്യാപകമായി കോഴിക്കോടും എറണാകുളത്തും തിരുവനന്തപുരത്തും ഐ ടി അനുബന്ധ സ്ഥാപനങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന തൊഴിലാളി വിരുദ്ധ നീക്കങ്ങൾക്കെതിരെ CIT അതിശക്തമായി പ്രക്ഷോഭങ്ങളുമായി മുന്നോട്ട് പോകും. ഇപ്പോൾ നൂറുകണക്കിന് ആളുകളെ പിരിച്ചുവിടുകയാണ്. ഇത് ലേബർ കോഡിൻ്റെ നടപ്പിലാക്കലാണ്. ഇവിടെ വരുന്നൊരു പ്രശ്നം, നിലവിലുള്ള നിയമങ്ങൾക്കിടയിലും കേരളത്തിലെ സംസ്ഥാന സർക്കാരിന് ഇതിനകത്ത് റോളുണ്ട്. ഇപ്പോൾ കോറ ഹെൽത്തിൻ്റെ പ്രശ്നത്തിൽ നേരിട്ട് ആവശ്യപ്പെടാനുള്ള രണ്ട് കാര്യങ്ങൾ: ഒന്ന്, ലേബർ കോഡിനെതിരായിട്ടുള്ള ശക്തമായ പ്രതികരണവും പ്രതിരോധവും നമ്മൾ ഈ ഘട്ടത്തിൽ തന്നെ ഉയർത്തിക്കൊണ്ടുവരണം. നമ്പർ 2, സംസ്ഥാന സർക്കാർ നോക്കുകുത്തിയാകരുത്. ഒടുവിൽ അവർ നമ്മളെ തേടിയെത്തുന്നു. കരാളഹസ്തങ്ങളുമായി കോറോ ഹെൽത്തിലെ 900ഓളം തൊഴിലാളികൾക്ക് മേൽ കരിനിഴൽ വീഴ്ത്തിക്കൊണ്ട് മൂലധന ശക്തിക്കൊപ്പം നിൽക്കുന്ന തൊഴിലാളി വിരുദ്ധ കോഡുകൾ പറിച്ചെറിയണമെന്ന് ആവർത്തിച്ച് പറഞ്ഞ് പ്രക്ഷോഭങ്ങൾ തീർത്തപ്പോൾ ആർക്കോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ ലാഘവത്തിൽ വിഷയത്തെ സമീപിച്ചവർ അറിയണം, നമ്മുടെ വാതിലിൽ മോദിയുടെ ലേബർ കോഡ് മുട്ടുകയാണ്. ഇനി അദാനിക്ക് അവസരം കൊടുത്തതുപോലെ നോക്കി നിൽക്കരുത്. ജീവൻ മരണ പോരാട്ടത്തിൽ നമ്മുടെ സഹോദരന്മാരുടെ ജീവിതത്തിൽ അരക്ഷിതത്വം കോറിയിട്ട വിഷപ്പല്ലുകൾ ഒടിച്ചു മാറ്റണം. കൺകറന്റ് ലിസ്റ്റിൽപ്പെടുന്ന തൊഴിൽ മേഖലയിലെ സാധ്യതകൾ സംസ്ഥാനം ഉപയോഗിക്കണം. ആഗോള ഇടപെടൽ നടത്താൻ കൂടുതൽ ശക്തിയോടെ ട്രേഡ് യൂണിയനുകളും തുടരണം. നമുക്ക് ഇവരെ കൈയൊഴിയാനാകില്ല. ഇനി ഇരകളാകാനിരിക്കുന്നവരെയും നമുക്ക് രക്ഷിക്കണം. ചർച്ച ചെയ്യാം. നമുക്ക് ചർച്ചയെ സമ്പന്നമാക്കുന്ന അതിഥികൾ: അഡ്വക്കേറ്റ് AG ഉദയകുമാർ, CITU; രജിൻ S. ഉണ്ണിത്താൻ, കോൺഗ്രസ് വക്താവ്; A. സജീവൻ, മാധ്യമപ്രവർത്തകൻ. ഒപ്പം കോറോ ഹെൽത്തിലെ പിരിച്ചുവിട്ട ജീവനക്കാരിയായ ലുധിയ ഫെർണാണ്ടസ്. ആദ്യം അഡ്വക്കേറ്റ് AG ഉദയകുമാർ. ശ്രീ ഉദയകുമാർ, ലേബർ കോഡുകളാണോ, മോദിയുടെ ലേബർ കോഡുകളാണോ ഇപ്പോൾ ഈ കോറോ ഹെൽത്തിലെ ജീവനക്കാർക്ക് നേരിടേണ്ടി വന്ന ദുരവസ്ഥയ്ക്ക് കാരണം? ഈ തൊഴിലാളികളെ പിരിച്ചുവിട്ടുകൊണ്ട് ഞങ്ങൾ ആ ചർച്ചയിൽ പങ്കെടുത്ത ഒരാളാണ് ഞാൻ. അതെ. ആ തൊഴിലാളികളെ വിട്ടുകൊണ്ടുള്ള പ്രശ്നം നടക്കുമ്പോൾ അവിടെ ചെന്നപ്പോൾ അവരുടെ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ആദ്യം ഉണ്ടായത് ഞങ്ങൾക്ക് ലേബർ കോഡിൻ്റെ നിയമപരമായ പരിരക്ഷ ഉണ്ട് എന്ന അഭിപ്രായമാണ്. ആ അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ഈ കൊച്ചിയിൽ 500ഓളം വരുന്ന തൊഴിലാളികളെയും കോഴിക്കോട് 200ഓളം വരുന്ന തൊഴിലാളികളടക്കം 800-ലധികം തൊഴിലാളികളെ ലേബർ കോഡിൻ്റെ നിയമപരമായ പരിരക്ഷ അവർക്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ തൊഴിലാളികളെ അവർ ഒരു നോട്ടീസും കൊടുക്കാതെ രാവിലെ തൊഴിലിന് വന്ന ആളുകളോട് ID കാർഡ് അടക്കം വാങ്ങി ഇന്ന് മുതൽ നിങ്ങൾ തൊഴിലിന് വരണ്ട, അല്ലെങ്കിൽ ജീവനക്കാരായി ഇവിടെ തുടരേണ്ടതില്ല എന്ന അഭിപ്രായമാണ് ഈ ലേബർ കോഡിൻ്റെ ഒരു ദുരന്തമാണ് നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും. ഇനി ഈ ലേബർ കോഡുകൾക്ക് മേൽ ചട്ടങ്ങളായിട്ടില്ലല്ലോ. സ്വാഭാവികമായും തൊഴിൽ മേഖല എന്നത് കൺകറന്റ് ലിസ്റ്റാണ്. അതായത് കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും ഒരുപോലെ ഇടപെടാൻ സാധ്യതകൾ ബാക്കിയാക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഇനി സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് എന്തൊക്കെ തരത്തിലുള്ള ഇടപെടലുകൾക്കാണ് സാധ്യത? ശ്രീ ഉദയകുമാർ. ഇപ്പോൾ LDF സർക്കാരുണ്ടായിരുന്ന എന്നോടല്ലേ ചോദ്യം? അതെ അതെ അതെ, എന്നോടാണോ ചോദ്യം? ഇപ്പോൾ LDF സർക്കാരുണ്ടായിരുന്ന ഘട്ടത്തിൽ ഈ കേന്ദ്ര ലേബർ കോഡുകൾ വന്ന സാഹചര്യത്തിൽ അത് തൊഴിലാളികളെ എങ്ങനെയാണ് ബാധിക്കുന്നതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായി പഠിക്കാനായിട്ടാണ് മുൻ വിരമിച്ച സുപ്രീം കോടതി ജഡ്ജിയായിട്ടുള്ള ഗോപാൽ ഗൗഡ കമ്മീഷനെ 2025 വെച്ച് അതിൻ്റെ 2022 റിപ്പോർട്ട് മാർച്ച് മാസം അത് വന്നിട്ടുണ്ട്.
അതിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട് തൊഴിലാളികളുടെ ഭരണഘടനാപരമായ അവരുടെ അവകാശം, സാമൂഹ്യനീതി, തൊഴിൽ സുരക്ഷിതത്വം എന്നിവ ഉറപ്പുവരുത്താൻ കഴിയാവുന്ന രീതിയിൽ ഇത് കൺകറന്റ് ലിസ്റ്റിലായതുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ്റിന് ഭരണഘടനാപരമായി അത് ഉപയോഗിക്കാനുള്ള അവകാശമുണ്ട്. അത് വളരെ കൃത്യമായി കേരള സർക്കാർ അക്കാര്യത്തിൽ ഇടപെടേണ്ടതാണ്. പുതിയ നിയമങ്ങൾ പോലും നടപ്പിലാക്കാനുള്ള നിയമപരമായ അവകാശമുണ്ട്. ശരി, ശ്രീ രജനി സുണ്ണിത്താൻ, നിയമപരമായി ചട്ടങ്ങൾ സാധ്യമല്ലാത്ത ഒരു സാഹചര്യത്തിൽ, ചട്ടങ്ങൾ രൂപപ്പെടുത്താത്തൊരു സാഹചര്യത്തിൽ തൊഴിൽ മേഖലയിലേക്ക് ഇടപെടാൻ ഇത്തരം പ്രതിസന്ധികൾ മാത്രം മുന്നിൽ കണ്ടല്ല, ഇനി ഇതിന് സമാനമായ രീതിയിൽ പ്രതിസന്ധികൾ ഉള്ളതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് ഇടപെടാൻ സംസ്ഥാന സർക്കാരിൻ്റെ കോർട്ടിലേക്ക് പന്തെത്തുകയാണ്. അപ്പോൾ ബിന്ദു കൃഷ്ണയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇടപെടും, നാളെ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ടെന്നൊക്കെ. നോക്കൂ അജിംഷാദെ, നമുക്ക് വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ നാട്ടിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന തൊഴിലാളികൾക്ക് കോറോ ഹെൽത്ത് എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. വളരെ ഞെട്ടലോടെയാണ് കേരളത്തിലെ തൊഴിലാളി വർഗ്ഗങ്ങളും അതുപോലെ തന്നെ സാധാരണക്കാരായ ജനങ്ങളും ആ വാർത്തയെ സ്വീകരിച്ചത് എന്നുള്ളതാണ്. ഈ ലേബർ കോഡുമായി ബന്ധപ്പെട്ട് നിരവധി ചർച്ചകൾ നമ്മൾ നടത്തിയിട്ടുള്ളതാണ്. ലേബർ കോഡുകൾ എന്ന് പറയുമ്പോൾ തന്നെ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് ഈ കോർപ്പറേറ്റുകളെ സഹായിക്കുന്ന രീതിയിലേക്ക്, മുതലാളിമാരെ സഹായിക്കുന്ന രീതി, തൊഴിലാളികളെ വെറും അടിമകളായി കാണുന്ന രീതിയിലേക്കുള്ള സംവിധാനമാണ് എന്ന് നമ്മൾ മുമ്പും വേദികളിൽ നിന്ന് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. കേരളത്തിൽ തന്നെ ഈ ലേബർ കോഡുമായി ബന്ധപ്പെട്ട് തന്നെ ഈ കോഡ് എന്ന് പറയുന്ന വാക്ക് പോലും അതൊരു അട്ടിമറിയുടെ നീക്കമായി നമുക്ക് കാണേണ്ടി വരും. കാരണം നിയമത്തെ കോഡായി മാറ്റിക്കൊണ്ട് ഏതാണ്ട് 29ഓളം വരുന്ന ലേബർ നിയമങ്ങൾ അട്ടിമറിച്ചുകൊണ്ട് അത് 4 കോഡുകളായി മാറ്റി ആ കോഡുകൾ എത്രത്തോളം തൊഴിലാളികൾക്ക് ബുദ്ധിമുട്ടാകുന്ന രീതിയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമുക്കറിയാം. അതുമായി ബന്ധപ്പെട്ട് ലോകസഭയിലും രാജ്യസഭയിലുമൊക്കെ മല്ലികാർജ്ജുന ഖാർഗെ ഉൾപ്പെടെയുള്ള കോൺഗ്രസിൻ്റെ എംപിമാരും പ്രതിപക്ഷ നേതാവും ഒക്കെ ഉൾപ്പെടെയുള്ളവർ വളരെ ശക്തമായ രീതിയിൽ അതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുകയും വളരെ പ്രക്ഷോഭങ്ങൾ INTUCയും CITUവിനെ പോലെയൊക്കെയുള്ള എല്ലാ തൊഴിലാളി സംഘടനകളും അതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധങ്ങൾ കേരളത്തിൽ തൊഴിലാളി സംഘടനകളൊക്കെ അതുമായി ബന്ധപ്പെട്ട് ഇറങ്ങിയതാണ്. പക്ഷേ സംഘപരിവാർ തീവ്രതയുള്ള ഒരു ഗവൺമെൻറ്റിന് കോർപ്പറേറ്റുകളെ സഹായിക്കുന്നതിനും മുതലാളിമാരെ സഹായിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയെടുത്ത തൊഴിലാളി വിരുദ്ധ ഒരു സമീപനമാണ് ലേബർ കോഡ് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. അതുമായി ബന്ധപ്പെട്ട് ഇനിയും ഉള്ള നടപടികളുമായി ഇപ്പം കേരളം പോലെയുള്ള ഒരു സംസ്ഥാനം അതുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഇപ്പോൾ നമ്മുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് ഞെട്ടിക്കുന്ന വാർത്തയാണ്. അത് കേരളത്തിലെ ഗവൺമെൻറ്, ഇച്ഛാശക്തിയുള്ളൊരു ഗവൺമെൻറ് അതുമായി ബന്ധപ്പെടുകയും ഇപ്പോൾ എനിക്ക് മുമ്പ് സംസാരിച്ച CITUവിൻ്റെ പ്രതിനിധി പറഞ്ഞ പോലെ അവിടുത്തെ MLA ഉൾപ്പെടെയുള്ള ആ ആളുകൾ ആ കമ്പനിയുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തു. തൊട്ടടുത്ത ദിവസം തന്നെ നാളെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട തൊഴിൽ വകുപ്പുമായി ബന്ധപ്പെട്ട സെക്രട്ടറി ഇതുമായി ബന്ധപ്പെട്ട മീറ്റിംഗ് വിളിച്ചിരിക്കുകയാണ്. അവരുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഈ പറയുന്ന 800ഓളം പറയുന്ന തൊഴിലാളികളെ പിരിച്ചുവിട്ടതുമായി ബന്ധപ്പെട്ട് അവരുടെ ആശങ്കകൾ പരിഹരിച്ച് അങ്ങനെ ഒരു സംവിധാനം ഇവിടെ നടക്കുകയില്ല എന്നുള്ള രീതിയിലുള്ള നിലപാടുമായി മുന്നോട്ട് പോകുവാനാണ് ഇന്ന് കേരള സർക്കാർ നിൽക്കുന്നത്. അതായത് തൊഴിലാളികളെ സംരക്ഷിക്കുന്ന രീതിയിലേക്ക് തന്നെ പോകുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ നമ്മൾ എപ്പോഴും പേടിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ലേബർ കോഡുമായി ബന്ധപ്പെട്ട് നമുക്കറിയാമല്ലോ, ഈ ഏതാണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന രീതിയിലേക്ക് തൊഴിലാളികളെ തള്ളിവിടുന്ന രീതിയിലേക്കാണ് ഈ ലേബർ കോഡുമായി ബന്ധപ്പെട്ട് BJP ഗവൺമെൻറ് കേന്ദ്രത്തിൽ നടപ്പിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അവരുടെ ലേബർ കോഡിനകത്ത് പോലും പറഞ്ഞിട്ടുള്ളത് ഏതാണ്ട് ആദ്യം 100 പേരെ ഉള്ള ആളുകളെ പിരിച്ചുവിടാൻ പറ്റും, ഇപ്പം 300 പേരെ ഉള്ള ആളുകളെ വരെ പിരിച്ചുവിടാൻ പറ്റുന്ന രീതിയിലേക്ക് അയക്കുന്നു ഇപ്പോൾ. പക്ഷേ ഈ കമ്പനി ചെയ്തിരിക്കുന്നത് ഏതാണ്ട് 800 പേരോളം വരുന്ന ആളുകളെ പിരിച്ചുവിടുന്ന രീതിയിലേക്കാണ് അതുമായി ബന്ധപ്പെട്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. അതിനെപ്പോലും ലേബർ കോഡിനെ പോലും അട്ടിമറിച്ചുകൊണ്ട് ഇത്രയും വലിയ രീതിയിലേക്കുള്ളൊരു സംവിധാനമാക്കി മാറ്റിയെടുക്കുവാൻ ഒരു കോർപ്പറേറ്റ് മുതലാളിമാർ ആ കമ്പനി അങ്ങനെ തയ്യാറായിട്ടുണ്ടെങ്കിൽ അവർക്ക് അവരുടെ സപ്പോർട്ടായിട്ട് കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ തയ്യാറായി നിൽക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കോർപ്പറേറ്റ് ഭീമന്മാരായി മാറിക്കൊണ്ടിരിക്കുന്നവർക്കെതിരെ സർക്കാർ നടപടികൾ എന്ന രീതിയിലേക്ക് ചർച്ച ആദ്യമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന ലേബർ ഇൻസ്പെക്ടർമാരെ പോലും പവറില്ലാത്ത രീതിയിലേക്കാണ് ഈ ലേബർ കോഡുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നത്. ലേബർ ഇൻസ്പെക്ടർമാർ പോലും ക്യാപിറ്റലിനെ ഫെസിലിറ്റേറ്റർ ആകുന്ന തരത്തിലേക്കാണ് ഈ കോഡിൽ വ്യവസ്ഥകളുള്ളത്. അതെ, ഉപദേശകൻ. ഉപദേശകൻ എന്ന രീതിയിലേക്ക്, അതായത് ചർച്ചകൾ നടത്താനും പിന്നെ കാര്യങ്ങൾ പറയുവാനും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് അവരുടെ പോലും അധികാരം പുറമോട്ട് വലിക്കുന്ന രീതിയിലേക്കാണ് ഈ ലേബർ കോഡുമായി ബന്ധപ്പെട്ട് ഉള്ള നിയമങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. സത്യത്തിൽ തൊഴിലാളികൾ, അത് ഏത് തരത്തിലുള്ള IT തൊഴിലാളികളായിക്കോട്ടെ, തോട്ടം തൊഴിലാളികളായിക്കോട്ടെ, സാധാരണക്കാരായ എല്ലാ തൊഴിലാളികളെയും ബാധിക്കുന്ന രീതിയിലേക്കാണ് ഈ ലേബർ കോഡ് എന്ന് പറയുന്ന സംവിധാനം വന്നിരിക്കുന്നത്. നമുക്കറിയാമല്ലോ, എല്ലാ തൊഴിലാളികൾക്കും അവർക്ക് അവകാശങ്ങളെല്ലാം, അവരുടെ അവകാശങ്ങളെയെല്ലാം അട്ടിമറിച്ചുകൊണ്ടുള്ള
ഒരു രീതി കൊണ്ടുവന്ന് ഇന്ത്യയിൽ കൊണ്ട് നടപ്പിലാക്കുവാൻ ശ്രമിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ ലേബർ കോഡ് ഈ BJP ഗവൺമെൻറ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് പേയ്മെൻറ്റ് ഓഫ് വേജസ് ആക്ട് ആയിക്കോട്ടെ, മിനിമം വേജസ് ആക്ട് ആയിക്കോട്ടെ, ബോണസ് ആക്ട് ആയിക്കോട്ടെ, ഈക്വൽ റിക്രൂട്ട്മെൻറ്റ് ആക്ട് ആയിക്കോട്ടെ, എല്ലാത്തിനെയും അട്ടിമറിച്ചു. പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. ഇന്നും നാളെയും തീരാൻ പറ്റാത്ത രീതിയിൽ തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ കാര്യങ്ങളെയും അട്ടിമറിച്ച് മുന്നോട്ട് പോകുന്ന ഒരു കോഡായിട്ട് ഈ ലേബർ കോഡിനെ മാറ്റിയെടുത്തുകൊണ്ടാണ് ഇവർ മുന്നോട്ട് പക്ഷേ ഇത്തരം സാധ്യതകളൊക്കെ അതിജീവിക്കാൻ മുൻ സർക്കാർ പിണറായി വിജയൻ സർക്കാർ ജോലി സമയം ഈ ഗോപാൽ ഗൗഡ കമ്മീഷനെ ഒക്കെ വെച്ച് അതിൻ്റെ ശുപാർശകളുടെ അടിസ്ഥാനത്തിൽ ഇതിനെ അതിജീവിക്കാനുള്ള സാധ്യതകൾ തേടി. പക്ഷേ ഇപ്പോൾ അത് അത്തരം നീക്കങ്ങൾക്ക് സാധ്യതകളുണ്ടോ? ഏതൊക്കെ തരത്തിലായിരിക്കും നിങ്ങളുടെ പ്രതിരോധിക്കാനുള്ള ആസൂത്രണങ്ങൾ ഈ വിഷയത്തിൽ? അജിംഷാദ്, ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ള ഞാൻ പറഞ്ഞില്ലേ, ഈ ലേബർ കോഡിനെ പോലും, ലേബർ കോഡ് എന്ന് പറയുന്നത് തൊഴിലാളി വിരുദ്ധതയാണെങ്കിൽ പോലും അതിനെപ്പോലും അട്ടിമറിക്കുന്ന രീതി, അതായത് 300 തൊഴിലാളികളുള്ള സ്ഥാപനത്തെ പെട്ടെന്ന് ആ സ്ഥാപനം നിർത്തലാക്കുന്ന രീതിയിലേക്കാണ് ലേബർ കോഡുമായി ബന്ധപ്പെട്ട് നമുക്ക് പരിശോധിക്കുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഇപ്പോൾ 800 തൊഴിലാളികളോളം വരുന്ന, അല്ലെങ്കിൽ അതിൽ കൂടുതൽ തൊഴിലാളികളുള്ള ഒരു സ്ഥാപനം ഒരു സുപ്രഭാതത്തിൽ സർക്കാർ പോലും അറിയാതെ അല്ലെങ്കിൽ ആരും അറിയാതെ നിർത്തലാക്കുന്നു എന്ന് പറയുമ്പോൾ അവരെത്രത്തോളം വലിയ നിയമവിരുദ്ധമായ ഒരു നടപടിയാണ് സ്വീകരിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുമായി ബന്ധപ്പെട്ട് ഈ പ്രധാനപ്പെട്ട ആളുകളൊക്കെ അതുമായി ബന്ധപ്പെട്ട് ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ ആ കമ്പനിയുമായി ചർച്ച ചെയ്തു. അത് കഴിഞ്ഞിട്ട് നാളെ തന്നെ, അതായത് അടുത്ത ദിവസം തന്നെ കേരളത്തിൻ്റെ ഈ തൊഴിൽ വകുപ്പുമായി ബന്ധപ്പെട്ട തൊഴിൽ സെക്രട്ടറി ഇതുമായി ബന്ധപ്പെട്ട ഓഫീസർമാരുമായിട്ട് ഈ കമ്പനിയുടെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തുകയാണ്. ആ ചർച്ചയിൽ നിന്നും അറിയാമല്ലോ എന്താണ് അവരുടെ സ്റ്റാൻഡ് എന്നുള്ളത്. എന്തായാലും തൊഴിലാളികൾക്ക് നീതി ലഭിക്കുന്ന രീതിയിലേക്ക് പോകുന്ന ഒരു ഗവൺമെൻറ് സർക്കാർ സംവിധാനമാണ് ഇന്ന് കേരളം ഭരിക്കുന്നത് കൊണ്ട് തൊഴിലാളികൾക്ക് എങ്ങനെയൊക്കെ നീതി ലഭിക്കാമോ ആ രീതിയിൽ തന്നെ പോകുവാനാണ് ഈ സർക്കാർ യഥാർത്ഥമായി നിലനിൽക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ പരമാർത്ഥം. ശ്രീ എ സജീവൻ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ. ശ്രീ എ സജീവൻ, വളരെ ഞെട്ടലോടുകൂടിയാണ് 900-ഓളം വരുന്ന ജീവനക്കാരെ ഒരു ദിവസം രാവിലെ അവരുടെ ഓഫീസിലേക്ക് എത്തുമ്പോൾ നിങ്ങളുടെ ജോലി പോയിരിക്കുന്നു എന്ന് പറയുകയാണ്. ഇങ്ങനെ ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടാകുന്നു. ഇത് രാഷ്ട്രീയമായ ഇടപെടൽ കൊണ്ട് മാത്രം സാധ്യമാകുന്ന കാര്യം, പ്രതിരോധിക്കാൻ സാധ്യമാകുന്ന കാര്യമാണോ? ഒരാൾക്ക് ജോലി നഷ്ടപ്പെടുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. ഒരാളുടേതാണെങ്കിൽ പോലും ആ ഒരു വ്യക്തിയെ അല്ല അത് ബാധിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പൊ താങ്കൾ പറഞ്ഞ പോലെ രാവിലെ എഴുന്നേറ്റ് വലിയ പ്രതീക്ഷയോട് കൂടിയിട്ട്, ആ പ്രതീക്ഷ എന്ന് പറയുന്നത് ഒരു കുടുംബത്തിന്റെ മുഴുവൻ പ്രതീക്ഷയാണ്. ധാരാളം ബാധ്യതകളുള്ള കുടുംബമായിരിക്കും. ആ ബാധ്യതകളൊക്കെ തീർക്കാനുള്ള ഒരു ദിവസത്തേക്ക് ആണ് ഈ തൊഴിലാളി കടക്കുന്ന. അന്നത്തെ അധ്വാനം കൊണ്ട് കിട്ടാവുന്ന കാശ് തൻ്റെ ബാധ്യതകളൊക്കെ പൂർണ്ണമായിട്ടില്ലെങ്കിൽ പോലും അതിനൊരു അംശമെങ്കിലും അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം എന്നൊരു ഈ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് പോകുന്നത്. അങ്ങനെ ചെല്ലുമ്പോൾ നിനക്ക് തൊഴിലില്ല എന്ന് പറയുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നം, അത് പറയാൻ വളരെ എളുപ്പമാണ്, പക്ഷേ അത് അനുഭവിക്കുമ്പോൾ ഭീകരമായിട്ടുള്ള ഒന്നായിട്ട് മാറും. ഇവിടെ ഒരു തൊഴിലാളിയല്ല, നമ്മൾ കൂട്ടപ്പിരിച്ചുവിടൽ എന്ന് പോലും ഇതിനെ പറഞ്ഞാൽ പോരാ. കൂട്ടപ്പിരിച്ചുവിടലാണെങ്കിൽ നമ്മൾ 5 or 10 തൊഴിലാളികളെ പിരിച്ചുവിടുമ്പോൾ അത് നമ്മൾ കൂട്ടപ്പിരിച്ചുവിടൽ എന്നൊക്കെ പറയും. ഇത് മൊത്തമായിട്ട് 100 കണക്കിന് തൊഴിലാളികളെ, 800-ലേറെ തൊഴിലാളികളെ ഒറ്റയടിക്ക് പിരിച്ചുവിടുകയാണ്. ഇത് ഉണ്ടാക്കുന്ന പ്രശ്നം, ഇങ്ങനെ സംഭവിച്ചാൽ ഒന്നും ഉണ്ടാവില്ല എന്ന ഒരു പാഠം, ഒരു പ്രതീക്ഷ കിട്ടുന്നത് ഇതേപോലുള്ള കോർപ്പറേറ്റ് സംവിധാനങ്ങൾക്കായിരിക്കും, മുതലാളി വിഭാഗത്തിനായിരിക്കും. അവർക്ക് ഇനി ആരെയും എപ്പോഴും പിരിച്ചുവിടാം. തൊഴിലാളിയെ വരുതിയിൽ നിർത്താൻ നീ ജോലി ചെയ്യേണ്ട എന്ന് പറയാൻ ഒറ്റ വാക്കുകൊണ്ട് തന്നെ അവന്റെ ജീവിതം ഇല്ലാതാക്കാൻ കഴിയുമെന്നുള്ള ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 8 പതിറ്റാണ്ട് ആവുകയാണ്. ഈ 8 പതിറ്റാണ്ടിന്റെ ഇടയിൽ നമ്മളുടെ മുമ്പിലൊക്കെ ഉയർന്നു വരുന്ന ചോദ്യം, ഇത് ആരുടെ ഇന്ത്യ എന്നുള്ളതാണ്. നമുക്കറിയാമല്ലോ, സ്വാതന്ത്ര്യത്തിന് ആ ഘട്ടത്തിലാണെങ്കിൽ അതിന് ശേഷമാണ്, സ്വാതന്ത്ര്യത്തിന് മുൻപാണെങ്കിൽ അതിന് ശേഷമാണെങ്കിലൊക്കെ തൊഴിലാളികൾക്ക് വേണ്ടി ഗാന്ധി പോലും ഇവിടെ ഇന്ത്യയിൽ എത്തിയിട്ട് പ്രവർത്തിച്ചിട്ടുള്ളത് ചമ്പാരനിലൊക്കെ അവിടെ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടാണ്. ആ തൊഴിലാളികൾക്ക് വേണ്ടി പ്രവർത്തിച്ച നേതാക്കന്മാർ, അതിനെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യമാക്കി മാറ്റിയ ആളുകൾ, അതിനുശേഷം നമ്മുടെ കേരളത്തിൽ പോലെ എടുത്തു പറയാവുന്ന എത്ര തൊഴിൽ സമരങ്ങൾ അക്കാലത്തുണ്ടായിട്ടുണ്ട്. തൊഴിലാളികളുടെ അവകാശത്തിന് വേണ്ടിയിട്ട്, ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയിട്ടുള്ള ഈ പോരാട്ടങ്ങളിലൂടെയാണ് അവർക്ക് മനുഷ്യരാണ്, തൊഴിലാളികൾക്കും ഞങ്ങൾ മനുഷ്യരാണ് എന്നുള്ളൊരു ബോധമുണ്ടാവാനും അങ്ങനെ 2 കാലിൽ നിൽക്കാൻ കഴിയുമെന്നുള്ള ഒരവസ്ഥ ഉണ്ടാക്കാനൊക്കെ
കഴിഞ്ഞുള്ളൂ. അപ്പോൾ അതിന് ഏറ്റവും കൂടുതൽ ഈ തൊഴിലാളി സംഘടനകൾ എല്ലാം വളരെ കാര്യമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ തീർച്ചയായും അത് ഇപ്പോൾ പൂർണ്ണമായിട്ട് മിനിസ്റ്റർ ബിന്ദു കൃഷ്ണ നമ്മോടൊപ്പം ഉണ്ട്. മിനിസ്റ്റർ, ഈ കോറോത്ത തൊഴിലാളികളുടെ സാഹചര്യത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മളുടെ ചർച്ച. എന്തൊക്കെയാണ് സർക്കാരിൻ്റെ അടിയന്തര നടപടികൾ? അതിലുള്ള ജോലി നഷ്ടപ്പെട്ട ജീവനക്കാരികളും നമ്മുടെ ചർച്ചയുടെ പാനലിലുണ്ട് ഈ ഘട്ടത്തിൽ. ശ്രീമതി ബിന്ദു കൃഷ്ണ. തീർച്ചയായും ഈ വിഷയം വളരെ ആശങ്കയോടുകൂടിയാണ് നമ്മൾ എല്ലാവരും നോക്കിക്കണ്ടത്. ഒരു സുപ്രഭാതത്തിൽ രാവിലെ ജോലിക്ക് എത്തുമ്പോൾ പിരിച്ചുവിടുന്നു എന്ന് പറയുന്നത് വിദേശ രാജ്യങ്ങളിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. കേരളം പോലെ തൊഴിൽ സംസ്കാരമുള്ള, തൊഴിൽദാതാക്കളെയും തൊഴിലാളികളെയും ചേർത്ത് പിടിക്കുന്ന ഒരു നാടിന് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തൊരു സംഭവമാണ് കൊച്ചിയിലും കോഴിക്കോടും ഉണ്ടായത്. അപ്പോൾ തന്നെ വകുപ്പ് ഇടപെട്ട് തൃക്കാക്കര MLA ശ്രീമതി ഉമാ തോമസ് നേരിട്ട് അവിടെ എത്തി ജില്ലാ ലേബർ ഓഫീസർ ജീവനക്കാരുമായും അതുപോലെ മാനേജ്മെന്റ് പ്രതിനിധികളുമായും ചർച്ച നടത്തി. ആ ചർച്ചയുടെ ഞാനും വിളിച്ചു, സംസാരിച്ചു. എല്ലാവരും ഒരേ മനസ്സോടുകൂടി ഇടപെട്ട് ആ നടപടി മരവിപ്പിക്കുന്നു എന്ന അറിയിപ്പാണ് നമുക്ക് തിരികെ നൽകിയത്. എന്നാൽ തൊട്ടടുത്ത ദിവസം ജീവനക്കാരുടെ അക്കൗണ്ടുകളിലേക്ക് ബാക്കി പണം വരുന്നു. ആ ധാരണ ലംഘിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ എന്നാലും സംസ്ഥാന തൊഴിൽ വകുപ്പ് ചർച്ചകൾ അവസാനിപ്പിക്കാതെ തുടർന്നുകൊണ്ടേയിരുന്നു. അവരുടെ ഒഫീഷ്യൽസുമായി സംസാരിക്കുന്നതിനായി നാളെ ലേബർ സെക്രട്ടറി കൊച്ചിക്ക് പോകാനിരുന്നതാണ്. ഇപ്പൊ ലേബർ കമ്മീഷൻ നാളെ തന്നെ അവിടെ എത്തി ഉള്ളവരെ കാണുന്നുണ്ട്. അതിനിടയിൽ അവരുടെ ഹയർ ഒഫീഷ്യൽസിനാണ്, നമുക്കറിയാം US ബേസ്ഡ് കമ്പനിയാണ്, ഹയർ ഒഫീഷ്യൽസുമായി കോണ്ടാക്ട് ചെയ്യാതെ ഇതിൽ തീരുമാനം എത്തിക്കാൻ കഴിയില്ല എന്ന് ഇവിടെയുള്ള ഉദ്യോഗസ്ഥർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ വകുപ്പ് നിരന്തരമായി അവരുമായി ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു. ഇന്ന് വൈകുന്നേരമാണ് വെള്ളിയാഴ്ച ഹയർ ഒഫീഷ്യൽസ് 10-ാം തീയതിയും അതിനുശേഷം വരാമെന്ന് പറഞ്ഞു. 10-ാം തീയതി ഞങ്ങൾ എല്ലാവരും മറ്റെല്ലാ പരിപാടികളും മാറ്റിവെച്ച് കൊച്ചിയിലേക്ക് പോവുകയാണ്. ചർച്ച നടത്തി സ്ഥാപനത്തെ ഇവിടെ നിലനിർത്തുവാനും അവിടുത്തെ പ്രിയപ്പെട്ട ജീവനക്കാർക്ക് തൊഴിൽ ഉറപ്പുവരുത്തുവാനുള്ള ആത്മാർത്ഥമായ ശ്രമം സർക്കാർ നടത്തുകയാണ്. മിനിസ്റ്റർ ഉൾപ്പെടുന്ന ചർച്ചയായിരിക്കുമോ? അതെ, ഞാൻ എന്റെ മറ്റെല്ലാ പരിപാടികളും മാറ്റിവെച്ച് അവരെപ്പോഴും ഹയർ ഒഫീഷ്യൽസ് എപ്പോൾ വരുന്നോ അപ്പോൾ തന്നെ എല്ലാ പരിപാടികളും മാറ്റിവെച്ച് കൊച്ചിയിലേക്ക് പോകാൻ തയ്യാറായി നിൽക്കുകയാണ്. അവർ വരുമെന്ന് അറിയിച്ചിരിക്കുന്നത് 10-ാം തീയതി ആണ്. അതുകൊണ്ടാണ് 10-ാം തീയതി കൊച്ചിയിലേക്ക് ചർച്ചയ്ക്ക് പോകുന്നത്. ആദ്യഘട്ടത്തിൽ മിനിസ്റ്റർ അടക്കമുള്ളവർക്ക് നൽകിയ ഉറപ്പ് ലംഘിച്ച് ധിക്കരിച്ച ഒരു കമ്പനിയാണ്. അപ്പോൾ മിനിസ്റ്റർ തന്നെ ഡയറക്റ്റ് ഇടപെടാതെ ഈ തൊഴിലാളികളുടെ സഹോദരങ്ങളുടെ കാര്യം ശരിയാകുമെന്ന് തോന്നുന്നില്ല മിനിസ്റ്റർ? തീർച്ചയായും ഡയറക്റ്റ് ആണല്ലോ. എപ്പോഴും അവർ ഇന്ന് വരികയാണെങ്കിൽ, ഇന്ന് രാത്രി വരികയാണെങ്കിൽ ഞാൻ ചർച്ചയ്ക്ക് പോകാൻ തയ്യാറാണ്. പക്ഷെ അവർ 10-ാം തീയതി എത്തുള്ളൂ എന്ന് പറഞ്ഞത് കൊണ്ടാണ് അത് പോകുന്നത് 10-ാം തീയതിക്ക് മാറ്റിയത് ഹയർ ഒഫീഷ്യൽ. ഓക്കെ, താങ്ക് യു മിനിസ്റ്റർ. ശ്രീമതി ലുധിയ ഫെർണാണ്ടസ് കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ലുധിയ ഈ കോറോ ഹെൽത്തിൽ ജോലി ചെയ്തിരുന്ന ജീവനക്കാരിയാണ്, തൊഴിൽ നഷ്ടമായ ജീവനക്കാരിയാണ്. ലുധിയയുടെ അനുഭവങ്ങൾ പറയാം. ലുധിയ, ഒരു ദിവസം രാവിലെ എത്തുമ്പോൾ നിങ്ങളെ പിരിച്ചുവിടുകയായിരുന്നു. എത്ര വർഷമായി ലുധിയ ഈ കമ്പനിയിൽ ജോലി ചെയ്യുന്നു? ഞാൻ 1.5 വർഷമായി ഇവിടെ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ പെട്ടെന്നൊരു ദിവസം രാവിലെ വന്നിട്ട് ഒരു ലെറ്റർ വായിക്കുന്നു, നിങ്ങൾ ഇനി ഇവിടെ തുടരാൻ അനുവദിക്കുന്നതല്ല എന്ന് പറയുമ്പോഴത്തേക്കും അത് തീർത്തും നമ്മളെ സംബന്ധിച്ചിടത്തോളം, എന്നെ സംബന്ധിച്ചത് മാത്രമല്ല അവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അത് വളരെ ഒരു ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം നാളെ ഇനി എന്ത് എന്നുള്ള കാര്യം നമുക്കറിയില്ല. കോമ്പൻസേഷൻ എമൗണ്ട് എന്ന് അതിലല്ല നമ്മൾ അതിനല്ല ഫോക്കസ് ചെയ്യുന്നത്. നമുക്ക് നാളെ നമ്മുടെ ഫ്യൂച്ചർ എങ്ങനെയാണെന്നുള്ള കാര്യം മാത്രമാണ് നമ്മൾ നോക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു മെഡിക്കൽ കോഡിംഗ് ഫീൽഡ് എന്ന് പറയുന്നത് മറ്റു ഫീൽഡുകളെ പോലെ അങ്ങനത്തെ ഒരു ഇതല്ല. അതായത് ഇപ്പൊ നമ്മളിപ്പോ ഒരു കമ്പനിയിൽ പോകണമെന്നുണ്ടെങ്കിലും ഇവൻ ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്നവരെല്ലാവരും തന്നെ ഒരു കുറച്ച് പേരൊക്കെ വേറെ ലൊക്കേഷൻസ് നിന്ന്, അതായത് ഹൈദരാബാദ്, ചെന്നൈ, കോയമ്പത്തൂർ എന്നൊക്കെ ഓൾറെഡി നമ്മുടെ കേരളത്തിൽ, നമ്മുടെ നാട്ടിൽ ജോലി ചെയ്യണം എന്ന് വിചാരിച്ച് അവിടെ നിന്ന് ഒന്ന് ട്രാൻസ്ഫർ ചെയ്ത് മറ്റു പല കമ്പനീസിൽ നിന്നും ട്രാൻസ്ഫർ ചെയ്ത് അല്ലാതെ റീലൊക്കേറ്റ് ചെയ്ത് വന്നവരാണ്. അപ്പൊ അവരെ സംബന്ധിച്ച് ഇനി ഒരു അങ്ങോട്ട് തിരിച്ചു പോക്കല പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമുക്ക് ഉത്തരവില്ല. അതും 1-2 വ്യക്തികളല്ല, 800 വ്യക്തികളാണ് ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഇപ്പം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് അതിനൊരു ഉത്തരവില്ല. ഇപ്പൊ നാളെ ഇനി നമ്മള് വേറൊരു കമ്പനി പോയി കഴിഞ്ഞാലും ഇത്രയും മീഡിയ അറ്റൻഷൻ കിട്ടിയ ഒരു കമ്പനിയിലെ ഒരു വ്യക്തി എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പോലും ജോലി കിട്ടുമെന്ന കാര്യം പോലും എനിക്കും തീർത്തും പറയാൻ മടിയുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ ഞാൻ വർക്ക് ചെയ്ത കോറോ ഹെൽത്ത് എന്ന കമ്പനി കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത കേരളയിലുള്ള എംപ്ലോയീസിനെ അവർക്ക് വേണ്ട. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പം പല ന്യൂസ് ചാനലിലും കേട്ടതാണ്, ഇപ്പൊ നമ്മളും പറയുന്ന ഒരു കാര്യമാണ്, പലതവണ പറഞ്ഞു കഴിഞ്ഞു. അതായത്
മറ്റു പല സ്റ്റേറ്റിലുള്ള സ്റ്റേറ്റിലുള്ള അടുത്ത് ഇപ്പോഴും ഹയറിംഗ് നടക്കുന്നുണ്ട്, ഇപ്പോഴും റിക്രൂട്ട്മെന്റ് നടക്കുന്നുണ്ട്. അപ്പം അവിടെ പോലും നമുക്ക് കേരളയിലുള്ള കുട്ടികൾക്ക് അവിടെ വേക്കൻസീസ് അലോ ചെയ്യുന്നില്ല ശരിക്കും. അപ്പൊ അതെന്താണ് ഇവർ നമ്മളിപ്പം പറയുന്ന വിശദീകരണം എന്താണ് കേരളത്തിലുള്ളവരാണെന്നുണ്ടെങ്കിൽ ലുധിയ? മെയിനായിട്ട് അവർ പറയുന്നത് ബിസിനസ് ലോസും അതേപോലെ തന്നെ ചാർട്ട് വോളിയം ഇല്ലാത്തതാണ്. ഇപ്പൊ നമ്മളിപ്പം അനലൈസ് ചെയ്യുന്നത് മെഡിക്കൽ ചാർട്ട്സ് ആണ്. അപ്പം അതില് നമുക്ക് ചില സമയത്ത് ചാർട്ട് ഇല്ലാത്ത സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങൾ കഴിഞ്ഞ മാസം തന്നെ ചാർട്ട് ഇല്ലാതെ ഒരു മാസത്തോളം നമ്മൾ വെറുതെ ഇരുന്നിട്ടുണ്ട്. വെറുതെ ട്രെയിനിങ്ങും കാര്യങ്ങളും പല പല പ്രോജക്ട്സ് നമ്മൾ മാറി ചെയ്തിട്ടുണ്ട്. അപ്പം പല ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ അറ്റൻഡ് ചെയ്തിട്ട് വെറുതെ നമ്മൾ ആ ഒരു ടൈം മെറ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാ ദിവസവും പോയി വന്ന സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പൊ പോലും നമുക്കൊരു സൂചന, ഒരു നോട്ടീസ് പീരീഡിനകത്തുള്ള ഒരു സൂചന നമുക്ക് തന്നിരുന്നുവെങ്കിൽ നമുക്ക് മറ്റു പല വഴികളും നമുക്ക് തേടാമായിരുന്നു. പക്ഷെ അറ്റ്ലീസ്റ്റ് നമുക്കൊരു റൂമർ എന്നുള്ള രീതിയിൽ പോലും ഇങ്ങനെ ഒരു രീതി വരുന്നുണ്ട്. ഇങ്ങനെ മേ ബി ഒരു കൊച്ചി ലൊക്കേഷൻ ക്ലോസ് ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ അറിഞ്ഞിരുന്നുവെങ്കിൽ നമുക്ക് പലർക്കും, ഇപ്പം ഞാനിപ്പം മാരീഡ് അല്ല, ഇപ്പം മാരീഡ് ആയിട്ടുള്ള പല ഫാമിലി ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ബുദ്ധിമുട്ടിയിട്ട് ആണ് ഈ ഒരു ഇതിൽ നിൽക്കുന്നത്. ഇനി അവരത് റിസൈൻ ചെയ്തിട്ട് ഇവിടെ നിന്ന് ഇനി പോയി ഇനി അടുത്തൊരു കമ്പനിയിൽ പോകുമ്പം അവർ ഫേസ് ചെയ്യാൻ പോകുന്ന പല പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട്. ഇപ്പം ലൊക്കേഷൻസ് ആയിരുന്നാൽ പോലും അപ്പം അതവർക്ക് പറയാമായിരുന്നു. അപ്പം ഈ ഒരു ബിസിനസ് ലോസ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് മറ്റ് സ്റ്റേറ്റ്സിൽ ഹയറിംഗ് നടക്കുന്നു? അപ്പം അതിനുള്ള ഒരു ചോദ്യം നമുക്ക് ഇതുവരെയും കിട്ടിയിട്ടില്ല. നമ്മുടെ ഹയർ അതോറിറ്റീസിൽ നിന്നും ഇതുവരെയും ആ ഒരു ചോദ്യത്തിന് ഉത്തരം കിട്ടിയിട്ടില്ല. അവര് 10-ാം തീയതി വരുമെന്ന് പറഞ്ഞു. നമുക്ക് സംസാരിച്ചാൽ മാത്രമേ അതിന്റെ ക്ലിയർ എവിഡൻസ് കിട്ടുള്ളൂ. അത് നമുക്ക് കിട്ടാം. അതൊരു എംപ്ലോയി എന്ന നിലയ്ക്ക് നമ്മുടെ റൈറ്റ് ആണ്, അത് കിട്ടണം. പിന്നെ ചാർട്ട് വോളിയം നമ്മൾ ചെയ്യുന്ന സെയിം പ്രോജക്ട്സ് ആണ് ഈ പറയുന്ന ചെന്നൈ, കോയമ്പത്തൂർ ലൊക്കേഷൻസ് എല്ലാവരും തന്നെ ചെയ്യുന്നത്. അപ്പം അവർക്ക് ചാർട്ട് വോളിയം ഉണ്ട്. കേരളത്തിലുള്ളവർക്ക് മാത്രം ചാർട്ട് വോളിയം ഇല്ല. അവിടുത്തെ കേരള എക്സ്പെൻസസ് കൂടുതലാണ്, അതുകൊണ്ട് അവിടെ ബിസിനസ് റൺ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇത്രയും നാളും പെർഫോമൻസ് ബേസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനി എന്തുകൊണ്ട് മറ്റു ലൊക്കേഷൻസ് നിന്നും ഇവിടെ 4-5 വർഷം എക്സ്പീരിയൻസ് ഉള്ള കോഡേഴ്സ് ഉണ്ട്, മാനേജേഴ്സ് ഉണ്ട്, അങ്ങനെ ഒത്തിരി നിരവധി ബസ്സുകളിൽ ജോലി ചെയ്യുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. അതാണ് ഈ ലുധിയ, അതായത് നിങ്ങൾ ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് ഈ അമേരിക്കയിൽ അടക്കമുള്ള രോഗികളുടെ പല വിവരങ്ങളും ഈ കോഡിങ്ങിലൂടെ അത് ശേഖരിക്കുക, അതിൻ്റെ പ്രോസസ്സാണല്ലോ നിങ്ങൾ ഇവിടെ നടത്തുന്നത്. അപ്പോൾ കേരളത്തിൽ മാത്രം ഇത്തരത്തിൽ സ്ലോട്ട് കിട്ടാതിരിക്കുന്നത് എങ്ങനെയാണ്? അതെന്താണ് അതിൻ്റെ കാരണം? അതൊന്ന് ഞങ്ങൾക്ക് പുറത്തുള്ളവർക്ക് അറിയുന്ന ഭാഗത്തിലൊന്ന് പറയാമോ? അതായത് നമുക്കിപ്പം എനിക്കറിയുന്ന വെച്ചിട്ട് ഞാൻ പറയാണ്. അതായത് ഇപ്പൊ നമ്മൾ മെഡിക്കൽ ചാർട്ട്സ് അവിടുത്തെ പേഷ്യൻസിന്റെ ചാർട്ടാണ് അനലൈസ് ചെയ്ത് നമ്മൾ കൊടുക്കുന്നത്. അത് ജസ്റ്റ് കോഡാക്കി നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് പിന്നെ ഇൻഷുറൻസിനോട്ട് കൈമാറി അങ്ങനെയാണ് അപ്പ് ലെവലായിട്ട് പോകുന്നത്. അപ്പം ഇത് നമ്മൾ ക്ലയന്റിനെ മേടിക്കും. ഇത്ര ടൈമിനുള്ളിൽ നമ്മൾ ചെയ്ത് കൊടുക്കണം എന്നുള്ളൊരു ഇത് നമുക്കുണ്ട്. അപ്പം എല്ലായിടത്തും സെയിം പ്രോജക്ട്സ് ആയിരിക്കും, ചില കമ്പനീസിൽ വേറെ വേറെ പ്രോജക്ട്സ് ആയിരിക്കും. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം കോറോ ഹെൽത്ത് ഇപ്പൊ ഫോക്കസ് ചെയ്യുന്നത്, ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് MA പ്രോജക്ട് എന്ന് പറഞ്ഞിട്ടൊരു പ്രോജക്റ്റ് ആണ്. അപ്പം അത് എല്ലായിടത്തും ഉണ്ട്. അപ്പം നമുക്ക് മാത്രം കേരളയിലുള്ള എംപ്ലോയീസിന് മാത്രം അത് കൊടുക്കാൻ സാധിക്കാത്ത വോളിയം ഇല്ല എന്ന് പറയുമ്പോഴത്തേക്കും അത് എത്രത്തോളം സത്യമാണെന്നുള്ളത് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. അപ്പൊ അതേപോലെ തന്നെ ഇപ്പം ഇത്രയും നാളും നമുക്കിപ്പം ഇതിനു മുന്നേ തന്നെ ടെർമിനേഷൻസ് നടന്നിട്ടുണ്ട്. ഇപ്പം 15 പേര് അല്ലെങ്കിൽ 5 പേര് 2 പേര് ഇങ്ങനെ ഒരുപാട് ടെർമിനേഷൻസ് ഇതിനു മുന്നേ നടന്നിട്ടുണ്ട്. സ്പോട്ട് ടെർമിനേഷൻസ് ഇതുപോലെ തന്നെ പെട്ടെന്ന് ഒരു ദിവസം വന്നിട്ട് ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ഇപ്പോൾ നിങ്ങൾ ഇനി ഇവിടെ തുടരാൻ പറ്റില്ല. അത് ബേസ് ചെയ്തിരിക്കുന്നത് പെർഫോമൻസ് ബേസ് ചെയ്തിരിക്കും. അത് നമുക്ക് ഓൾറെഡി അറിയാം. ഇപ്പൊ നമുക്ക് GP PIP എന്ന് പറഞ്ഞിട്ട് കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട്. ഈ പെർഫോമൻസ് ലോ ആവുമ്പോൾ നമ്മൾ ആ ഒരു ക്രൈറ്റീരിയാസിലോട്ട് നമ്മളെ ഇടും. അപ്പം ആ ഒരു രീതിയിൽ ആണ് ഇത് പോയിരുന്നുവെങ്കിൽ കുഴപ്പമില്ല എന്നായിരുന്നു. അതായത് പെർഫോമൻസ് ബേസിസിലാണ് നിങ്ങൾ ഇവിടെ നിന്ന് ടെർമിനേറ്റ് ആകുന്നത് എന്നുണ്ടെങ്കിൽ നമുക്കത് കൺസിഡർ എങ്കിലും ചെയ്യാമായിരുന്നു. പക്ഷെ ഇവിടെ തന്നെ ക്വാളിറ്റിയും പെർഫോമൻസ് പ്രൊഡക്ഷനും എല്ലാം മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന ഒത്തിരി അധികം എംപ്ലോയീസ് ഉണ്ട്. ഇവൻ എക്സ്പീരിയൻസ് ആയിട്ടുള്ള 4 വർഷം 5 വർഷം ശ്രീ എ സജീവൻ, താങ്കൾ നേരത്തെ കംപ്ലീറ്റ് ചെയ്തില്ല. മിനിസ്റ്റർ പറഞ്ഞു, മിനിസ്റ്ററിൻ്റെ ഇവരുടെ ഹൈ ഒഫീഷ്യൽസ് എത്തിയാൽ മിനിസ്റ്ററുമായി നേരിട്ട് ചർച്ച ചെയ്യാനും ഇടപെടാനും ഒക്കെ തയ്യാറാണെന്ന്. പക്ഷെ അത്തരമൊരു ഇടപെടൽ കൊണ്ട് ഒരുപക്ഷെ കോറോ ഹെൽത്തിലെ പ്രശ്നം പരിഹരിക്കും. ഇതിന് സമാനമായ പല വിധത്തിലുമുള്ള ഒരു സാഹചര്യമുണ്ട്. അതിന് ഇടപെടൽ ആ അർത്ഥത്തിൽ മിനിസ്റ്റർ ലെവലിലുള്ള ഒരു ചർച്ച കൊണ്ടാകില്ല. അതിലൊരു രാഷ്ട്രീയ നയരൂപീകരണം സാധ്യമാക്കണം. അത് സംസ്ഥാനത്ത്
സർക്കാർ അതിനായിട്ട് ഇടപെടണം. കൺകറൻ്റ് ലിസ്റ്റാണ്. കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും ഒരുപോലെ ഇടപെടാൻ സാധ്യതയുള്ള മേഖലയാണ് തൊഴിൽ മേഖല. അങ്ങനെ അത്തരം കാര്യങ്ങളുണ്ട്. മാത്രമല്ല ഈ ജീവനക്കാരി ലുധിയ ഫെർണാണ്ടസ് പറയുന്നതനുസരിച്ച് നോക്കുമ്പോൾ കേരളത്തോടൊരു വേർതിരിവ്, ഒരു ഡിസ്ക്രിമിനേഷൻ ഈ വിഷയത്തിലുണ്ട്. തീർച്ചയായും ഇതിലെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് നിലവിലുള്ള ഈ ലേബർ കോഡിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പൊ പിരിച്ചുവിട്ട തൊഴിലാളികളുടെ പ്രശ്നം പരിഹരിക്കുക പോലും എളുപ്പമല്ല. ഇപ്പം ബിന്ദു കൃഷ്ണ പറഞ്ഞു ഏത് സമയത്തും ചർച്ചയിൽ ഇടപെടാൻ തയ്യാറാണെന്ന് പറഞ്ഞു. അത് അവരുടെ സന്നദ്ധതയാണ്, അതിനെ കുറ്റപ്പെടുത്തുകയല്ല. പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും ഒരു കോർപ്പറേറ്റ് ഭീമനോട് ഇത്തരത്തിൽ ഈ ഇപ്പോഴത്തെ അവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു ലേബർ കോഡിന്റെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്ത് പരിഹരിക്കാൻ അവർക്ക് മനുഷ്യത്വം എന്ന് പറയുന്നത് ഒന്നും ഉണ്ടാവണമെന്നില്ല. കാരണം ഈ സാധാരണ ഒരു പെട്ടിക്കട നടത്തുന്ന ആളാണെങ്കിൽ പോലും അവിടെ നിന്ന് ഒരു തൊഴിലാളിയെ പിരിച്ചുവിട്ട് കഴിഞ്ഞാൽ അയാൾക്ക് അതിന്റെ ഒരു ബാധ്യതയും അത് മറ്റുള്ളവർ പറയുന്നത് കേൾക്കാനുള്ള ഒരു സന്നദ്ധതയൊക്കെ ഉണ്ടാവും. ആ മറ്റുള്ളവർ പറയുന്നതിൽ ന്യായം കേട്ടുകൊണ്ട് അതിനനുസരിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറാവും. പക്ഷേ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ തന്നെ രണ്ട് പ്രശ്നം. ഒന്ന്, കോർപ്പറേറ്റ് സംവിധാനത്തിൽ ഇത്തരത്തിൽ ഭരണ സംവിധാനത്തെക്കാൾ മുകളിലാണ് തങ്ങൾ എന്നുള്ള, പ്രത്യേകിച്ച് പുറമേയുള്ള രാജ്യങ്ങളിലുള്ള സ്ഥാപനങ്ങൾ, അങ്ങനെയുള്ളവർക്കൊക്കെ പ്രശ്നം എന്ന് പറയുന്നത് നമ്മളെവിടെയുള്ള ഭരണ സംവിധാനത്തെയും ഭരണാധികാരികളെയൊക്കെ അവരങ്ങനെ ഭയക്കുന്നില്ല. അവരങ്ങനെ ഭയക്കുകയല്ല, അവരനുസരിക്കാൻ പോലും തയ്യാറാവണമെന്നില്ല. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ നിന്ന് ലേബർ കോഡിന്റെ ഒരു സഹായം കൂടി അവർക്ക് അനുകൂലമായിട്ട് നിലപാട് കൂടിയുണ്ട്. അപ്പോൾ അത് അത്ര എളുപ്പമാണ് എന്ന് ബിന്ദു കൃഷ്ണ എത്രമാത്രം ആത്മാർത്ഥമായിട്ട്, ഞാൻ അവരുടെ ആത്മാർത്ഥതയെ കുറച്ച് കാണിക്കുകയല്ല, അവരുടെ സന്നദ്ധതയെ കുറച്ച് കാണിക്കുകയല്ല, പക്ഷെ എന്നാൽ പോലും പരിഹരിക്കാൻ കഴിയുമോ എന്നുള്ളത് ഒരു സംശയം എന്റെ മനസ്സിൽ. കാരണം സജീവൻ സാർ പറഞ്ഞത് വളരെ ശരിയാണ്. കാരണം ഈ കോൺട്രാക്റ്റിൽ ഒരു വ്യവസ്ഥ ഉണ്ടായാൽ അതിനെ മറികടക്കാനുള്ള ഒന്നും തന്നെ നമ്മുടെ ഇപ്പോഴത്തെ ലേബർ കോഡിൽ ഇല്ല. ലേബർ കോഡ് ആ കോൺട്രാക്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട് എന്തും, കാരണം ഇവർ കയറുന്ന സമയത്ത് ഒരു ഒപ്പിട്ട് കൊടുത്താൽ മറ്റ് നിയമപരമായ ബൈൻഡിങ് ഒന്നുമില്ലെങ്കിൽ തന്നെയും ആ കോൺട്രാക്റ്റ് പ്രകാരം ഈ ക്യാപിറ്റലിന്, ഈ മൂലധന ശക്തിക്ക്, ഈ മുതലാളിക്ക് ഈ പണം മുടക്കുന്നവന് എന്തും ചെയ്യാം. ഇങ്ങനെ ഒരു സാഹചര്യം ഈ ലേബർ കോഡിലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്യാനാകും എന്നുള്ളതാണ് പ്രധാനപ്പെട്ടൊരു വിഷയം. തീർച്ചയായിട്ടും അതാണ് പ്രശ്നം. അപ്പൊ അതിന്റെ ഒരു പ്രശ്നം കിടക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് താങ്കൾ പറഞ്ഞ പോലെ ഇതിലൊരു രാഷ്ട്രീയ നിലപാട്, ഇപ്പൊ പിരിച്ചുവിട്ട ആളുകളുടെ കാര്യം ശരിയാക്കി എടുക്കേണ്ടതാണ്. പക്ഷെ ഇതേപോലെ ഇപ്പോൾ പിരിച്ചുവിട്ടിട്ടുള്ള 800-ലേറെ ആളുകളെ, ആ ആളുകൾക്ക് അപ്പുറത്തേക്ക് ഇനി 8,000 വീണ്ടും വരാനുള്ള സാധ്യത കൂടി കിടക്കുകയാണ്. ഇപ്പൊ പറഞ്ഞ തോടൊരു അവഗണന ഉണ്ടാവുന്നു. ഇതിനേക്കാൾ കൂടുതൽ കുറഞ്ഞ ഈ ശമ്പളത്തിൽ ജോലി ചെയ്യാൻ തയ്യാറാവുന്ന മറ്റു ആളുകളുണ്ടെങ്കിൽ അവരെ പരിഗണിക്കുന്ന രീതിയിലേക്ക് പോകും. അപ്പോ നമ്മളിവിടെ സത്യത്തിൽ വേണ്ടത് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ചേർന്നുകൊണ്ട് ഈ പറയുന്ന തൊഴിൽ സുരക്ഷിതത്വം, നമ്മൾ കുറെ സുരക്ഷിതത്വങ്ങൾ പറയുന്നുണ്ടല്ലോ, അതിൽ തൊഴിൽ സുരക്ഷിതത്വമാണ് ഏറ്റവും പ്രധാനപ്പെട്ട. കാരണം ഒരു ആളുടെ ജോലി എന്ന് പറയുന്നത് അവരൊരു വലിയ കുടുംബത്തിന്റെ ഒരു സംവിധാനത്തിന്റെ ഭാഗമാണല്ലോ. അവരെല്ലാവരും ആശ്രയിച്ച് കഴിയുന്ന, ഇപ്പോൾ 4-5 ആളുകളൊക്കെ ആശ്രയിച്ച് കഴിയുന്ന ഒരാളുടെ ജോലിയുടെ അടിസ്ഥാനത്തിലായിരിക്കും. അത് പെട്ടെന്നില്ലായ്മ ആവുന്ന സമയത്ത് ഉണ്ടാവുന്ന പ്രശ്നമുണ്ട്. അപ്പം ഇത് ഇനി വ്യാപിക്കാതിരിക്കാൻ ഉള്ള കാര്യം കൂടി അടിയന്തരമായി ചെയ്തേ തീരും. അതാണ് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത്. എന്തെല്ലാം രീതി പ്രശ്നങ്ങൾ ഈ ലേബർ കോഡിൽ ഉണ്ടെങ്കിൽ ആ പഴുതുകളൊക്കെ അടയ്ക്കാവുന്ന രൂപത്തിലുള്ള ഒരു ശ്രമം സംസ്ഥാന സർക്കാരിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും ഭാഗത്ത് ഉടനുണ്ടായിട്ടില്ലെങ്കിൽ ഇത് ആവർത്തിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ തരത്തിൽ ലേബർ കോഡുകൾക്ക് കോൺട്രാക്റ്റിന്, തൊഴിലാളിയുടെ അവകാശത്തെ മറികടക്കുന്ന രീതിയിൽ കോൺട്രാക്റ്റിനൊരു സാഹചര്യവും മേൽക്കൈയും ഉണ്ട് എങ്കിൽ അതിനെ മറികടക്കണമെങ്കിൽ നമുക്ക് ചില സ്റ്റാറ്റ്യൂട്ടറി ബൈൻഡിങ്സ് ആവശ്യമാണ്. അതിന് സംസ്ഥാനം വിചാരിക്കണം. കേന്ദ്ര സർക്കാർ എന്തായാലും വിചാരിക്കാൻ പോകുന്നില്ല. അപ്പോൾ സംസ്ഥാനത്തിൻ്റെ എന്തൊക്കെ സാധ്യതകളാണ് തുറക്കുന്നത്, ചർച്ച ചെയ്യുന്നു, ഈ സഹോദരങ്ങളെ സഹായിക്കാനായി ഇടപെടുന്നു, അടിയന്തരമായി ഇടപെടൽ, അത് ശ്ലാഘനീയമാണ്. അതിനപ്പുറത്തേക്ക് ചില കാര്യങ്ങൾ നിൽക്കണം. ഞാനൊരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ CITUവും അല്ലെങ്കിൽ ഇടതുപക്ഷ സംഘടനകളും മാത്രമാണ് ഈ തൊഴിലാളിയെ രക്ഷിക്കാനായി രംഗത്തുനിന്ന്. INTUC എവിടെ? ഇങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ രാഷ്ട്രീയമായ ഒരു ഇച്ഛാശക്തി, ഒരു ദൃഢത നിങ്ങൾക്കുണ്ടോ എന്നാണ് അറിയേണ്ടത്. നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കുകയാണ്, അല്ലാതെ മറ്റ് അല്ല ലക്ഷ്യം. നോക്കൂ അജിംഷാദെ, ഈ ചർച്ച വന്നപ്പോൾ തന്നെ ഞാൻ ആദ്യം ഈ ചർച്ചയുടെ വിഷയം ഈ പറയുന്ന തൊഴിലാളികളെ പറ്റിയുള്ള ചർച്ചയായതുകൊണ്ട് വളരെ വളരെ ബോധപൂർവമായിട്ട് ഈ ചർച്ച വീക്ഷിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ മുന്നിലുണ്ട്.
കാരണം മറ്റ് ചാനലുകളൊന്നും എടുക്കാതെ നിങ്ങൾ ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ അതിൻ്റെ സുതാര്യത എത്രത്തോളമാണ് എന്നുള്ളത് പ്രധാനപ്പെട്ടൊരു വിഷയമാണ്. അത് നമ്മളൊരു പരസ്പര കുറ്റപ്പെടുത്തലിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു കാര്യങ്ങളിലേക്കോ ഇപ്പം നമുക്ക് വേണ്ടുന്നത് പ്രധാനപ്പെട്ടതായി വേണ്ടുന്നത് ഇപ്പോൾ ഈ തൊഴിൽ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുള്ള ഈ പാവപ്പെട്ട ഈ തൊഴിലാളികളെ സംരക്ഷിച്ചു പോകുക എന്നുള്ളതാണ്. ബഹുമാനപ്പെട്ട മന്ത്രി ഈ കൈരളിയുടെ ഫ്ലോറിൽ തന്നെ നിങ്ങളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഏത് നിമിഷവും ഏത് സെക്കൻഡിലും എപ്പോൾ വേണമെങ്കിലും ചർച്ചയ്ക്ക് പോകുവാനും അതുമായി ബന്ധപ്പെട്ട എല്ലാ നടപടികളും സ്വീകരിക്കുവാനും കേരള സർക്കാർ ബാധ്യസ്ഥരാണ് എന്ന് പറയുന്നത് കേരളത്തിലെ തൊഴിൽ മന്ത്രിയാണ്. അപ്പോൾ സർക്കാരിൻ്റെ നിലപാട് അവിടെ സുതാര്യമല്ലേ? ഈ ചർച്ചയുടെ നിലപാട് സുതാര്യമാകണം എന്നാണ്. അതിന്മേൽ വളം വെക്കുന്നതുകൊണ്ടോ നമുക്ക് ഈ വലിയ രോഗത്തിന് ചെറിയ കുഴമ്പിട്ടിട്ട് കാര്യമില്ലല്ലോ എന്ന് പറയുന്ന പോലെയാണ്. അങ്ങനെ കൊണ്ട് കാര്യമില്ല. ഈ സഹോദരങ്ങളുടെ കാര്യത്തിൽ ഒരു അടിയന്തരം. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളുടെ മിനിസ്റ്ററോടും അല്ലെങ്കിൽ തൊഴിൽ വകുപ്പിനോടും ഒക്കെ പറഞ്ഞ വാഗ്ദാനം അവർ ലംഘിച്ചു. അവർ പിരിച്ചുവിടില്ല, ഇത്തരം ഒരു നീക്കത്തിലേക്ക് പോകില്ലെന്ന് MLA അടക്കമുള്ളവരുടെ സാന്നിധ്യത്തിൽ ഉറപ്പ് നൽകിയിട്ട് അവർ അത് പിരിച്ചുവിട്ടു. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യമുള്ള കമ്പനിയാണ്. അപ്പോൾ ആഗോളതലത്തിൽ സ്വാധീനമുള്ള ഒരു കമ്പനിയാണ്. അപ്പോൾ എന്താണ് ചെയ്യാനാകുന്നതെന്നുള്ളതാണ്. അവിടെ ഒരു ചർച്ച നടത്തി ഇവരുടെ പ്രശ്നം പരിഹരിച്ചാൽ ഓക്കെ. പക്ഷേ അതുകൊണ്ട് മാത്രം തീരുന്നില്ല, സമാനമായ സാഹചര്യം ഇനിയും ഉണ്ടാകും. അപ്പോൾ അതിനൊരു ശാശ്വത പരിഹാരവും ഇടപെടലും ആവശ്യമാണ്. അവിടെയാണ് പ്രശ്നം. അതിനെ ലാഘവത്തോടെ ലഘൂകരിച്ച് കാണരുത്. ഒരിക്കലുമില്ല അജിംഷാദെ. ഇത് കേരളത്തിലെ തൊഴിലാളി വർഗത്തെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായൊരു വിഷയമാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് സംവിധാനം രാജ്യത്തെടുത്തിട്ടുള്ള നടപടികൾ, അതുമായി ബന്ധപ്പെട്ടുള്ള സമരങ്ങൾ രാജ്യസഭയിലും ലോക്സഭയിലും ഒക്കെ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാക്കന്മാരുൾപ്പെടെ MP-മാരുൾപ്പെടെയുള്ളവർ ഇതുമായി ബന്ധപ്പെട്ട് ഈ ലേബർ കോഡുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള പ്രതിഷേധങ്ങൾ അതൊക്കെ നമ്മുടെ മുന്നിൽ നിൽക്കുകയാണല്ലോ. അതുമായി ബന്ധപ്പെട്ട് INTUC നിങ്ങൾ INTUC നിസ്സാരമായി കണ്ടത്. INTUC-യുമായി ബന്ധപ്പെട്ട സമരങ്ങളും ഒക്കെ എന്റെ ശ്രദ്ധ പോകാത്തതുകൊണ്ടാണ്. INTUC സമരരംഗത്ത് തന്നെ ഉണ്ടല്ലോ. INTUC ഇതുമായി ബന്ധപ്പെട്ടുള്ള സമരരംഗം അല്ലല്ല, ഞാൻ പറഞ്ഞിട്ട് അബ്ജുഷാദെ, നമ്മളിപ്പോൾ കുറ്റപ്പെടുത്തലിലേക്കല്ലല്ലോ പോകേണ്ടത്. INTUC-യും ഈ സമരരംഗത്തുണ്ട്. എല്ലാ തൊഴിലാളി പാർട്ടികളും, ഞാൻ അങ്ങനെ തന്നെ വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, എല്ലാ തൊഴിലാളി പാർട്ടികളും ഒരുപോലെ നിൽക്കുകയാണ്. സംഘപരിവാർ തീവ്രതയ്ക്കെതിരെ തൊഴിലാളിയുടെ കാണിക്കുന്ന ഈ വിവേചനത്തിനെതിരെ, കോർപ്പറേറ്റുകളെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള ഈ ലേബർ കോഡിനെതിരെ എല്ലാ തൊഴിലാളി പാർട്ടികളും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സംഘപരിവാർ അല്ലാത്ത എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരുപോലെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് ഇന്ത്യ മഹാരാജ്യത്തുള്ളത്. കാരണം അത് തൊഴിലാളികൾ എന്ന് പറയുന്നത് അത്രത്തോളം നമ്മൾ മൂല്യം കൊടുക്കുന്ന ആളുകളായതുകൊണ്ട് അവരെ സംരക്ഷിച്ചു പോവുക എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ അതിനകത്ത് വേറെ കാര്യമുണ്ട്. അജിംഷാദ് ഇത്രയും വലിയ കുറ്റങ്ങളൊക്കെ ഈ പറയുന്ന രീതിയിലേക്ക് വരുമ്പോൾ ഈ തൊഴിലാളി കോഡ് വിജ്ഞാപനം കഴിഞ്ഞ ഗവൺമെന്റ് സമയത്ത് ഇറങ്ങിയ സമയം നമുക്കറിയാമല്ലോ. ഇതുമായി ബന്ധപ്പെട്ട കരട് വിജ്ഞാപനം, ആ വിജ്ഞാപനം പിന്നെ അന്നത്തെ തൊഴിൽ മന്ത്രി ഉൾപ്പെടെയുള്ളവർ തള്ളിപ്പറഞ്ഞ് ഉദ്യോഗസ്ഥ തലത്തിൽ ഉണ്ടായ വീഴ്ചയാണെന്നൊക്കെ പറഞ്ഞ് തള്ളിപ്പോയതൊക്കെ നമ്മൾ കണ്ടതാ. അതിന്റെ പ്രതിഷേധങ്ങളും ഒക്കെ നമ്മൾ കണ്ടതാ. അതുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾ ഉയർത്തപ്പോഴാണ് LDF സർക്കാർ ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് കാര്യങ്ങൾ, നിങ്ങൾ പറഞ്ഞ മറ്റ് കാര്യങ്ങളിലേക്കൊക്കെ നടപടികളിലേക്കൊക്കെ പോയിട്ടുള്ളത്. പ്രതിരോധിക്കാനുള്ള നടപടികളാണ് എടുത്തത്. അപ്പോൾ ആ ശുപാർശകൾ അടക്കം നിങ്ങൾക്ക് സാധ്യമാണ്. സർക്കാർ ഒരു തുടർച്ചയാണല്ലോ. അതിന് മുമ്പായിട്ട് നിങ്ങൾ ഇഗ്നോർ ചെയ്ത് പോരുത്. ഈ ലേബർ കോഡുമായി ബന്ധപ്പെട്ട് കരട് വിജ്ഞാപനം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു അജിംഷാദ്, അതറിയത്തില്ലേ? അതുമായി ബന്ധപ്പെട്ട് പിന്നെ അവസാനം മന്ത്രിക്ക് തള്ളിപ്പറയേണ്ടി വന്നില്ലേ ഈ പറയുന്ന ഉദ്യോഗസ്ഥ തലത്തിലുണ്ടായ വീഴ്ചയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട്? ഈ ലേബർ കോഡുമായി ബന്ധപ്പെട്ട് പിന്നെ അത്രയും വലിയ വിവാദങ്ങൾ ഉണ്ടായി കഴിഞ്ഞപ്പോഴാണ് അതുമായി ബന്ധപ്പെട്ട് പിന്നെ തള്ളിപ്പറയേണ്ടി വന്നതും ഇതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളിലേക്ക് നടപടികളിലേക്കൊക്കെ പോകേണ്ടത്. നിങ്ങൾ മറ്റു കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഇപ്പോൾ പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്, ഗവൺമെന്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കാറുണ്ട്. പക്ഷേ ഈ പറയുന്ന വിഷയങ്ങളൊക്കെ കഴിഞ്ഞ ഗവൺമെന്റ് സമയത്ത് ഉണ്ടായിട്ടുണ്ട് എന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ്. ഇവിടെ എന്താണ് അജിംഷാദ്, ലേബർ കോഡ് എന്ന് പറയുന്നത് തന്നെ ഒരു തൊഴിൽ വിരുദ്ധ നടപടിയാണ് എന്ന് നമുക്കറിയാൻ സാധിക്കുമല്ലോ. എന്താണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, ഒരു നിയമം എന്ന് പറയുന്നത് വെറും നിസ്സാരവൽക്കരിക്കുന്ന രീതിയിലേക്ക് കോഡ് എന്ന് ആക്കിയത് തന്നെ നമുക്കറിയാമല്ലോ. ഇവരെന്താ പിന്നെ ലേബർ കോഡ് 2019, 2020 എന്നുള്ളത് ഞങ്ങളാണ് കൊണ്ടുവന്നത്, അല്ലെ ലേബർ നിയമം ഞങ്ങളാണ് കൊണ്ടുവന്നത് എന്ന് കാണിക്കുവാൻ വേണ്ടി ഒരു മോഡി ഗവൺമെന്റിന്റെ ഒരു ദുഷ്ലാക്കോട് കൂടി തൊഴിലാളികളെ വഞ്ചിക്കാൻ വേണ്ടി ചെയ്ത ഒരു കാര്യമാണല്ലോ ലേബർ കോഡുമായി ഉദാരീകരണത്തിന്റെ ഭാഗമായ കാര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ മോദി നടത്തുന്നു എന്നേ ഉള്ളൂ. അങ്ങനെ പിൻകാല പ്രാബല്യത്തിൽ ഇത് സംസാരിച്ച വലിയ വിഷയമാണ്. റജിൻ നമ്മുടെ കയ്യിൽ നിൽക്കില്ല.
കോൺഗ്രസ് തന്നെ പ്രതിക്കൂട്ടിലേക്ക് പോകും. നമുക്കത് ചർച്ച ചെയ്യാം, അത് വരട്ടെ. ഞാൻ അല്ല പിൻകാല പ്രാബല്യം എന്ന് പറഞ്ഞത് കേരള കമ്മ്യൂണിസ്റ്റുകൾ ഭരിക്കുന്ന തൊഴിലാളി വർഗ പാർട്ടി എന്ന് പറഞ്ഞ കമ്മ്യൂണിസ്റ്റുകൾ ഭരിക്കുന്ന കേരളത്തിലാണ് ഈ കരട് വിജ്ഞാപനം വന്നത് എന്ന് ഞാനങ്ങ് പറഞ്ഞു പോയത്. നിങ്ങൾ മറ്റു കാര്യങ്ങളിലേക്കൊക്കെ ഈ ചർച്ച കൊണ്ടുവന്നപ്പം ഞാൻ പറഞ്ഞു പോയത്. പിൻകാല പ്രാബല്യം നമുക്ക് ചർച്ച ചെയ്യാം. അങ്ങനെ ചർച്ച നടത്തി കഴിഞ്ഞാൽ ഒരിക്കലും ആ രീതിയിലേക്കൊന്നും പോകത്തില്ല. ലേബർ കോഡുമായി ബന്ധപ്പെട്ട് പറയാനുള്ള അഭിപ്രായം ഞാൻ പറയാമല്ലോ. ഈ ലേബർ കോഡുമായി ബന്ധപ്പെട്ട് നമുക്ക് ചർച്ച ചെയ്യാം. ലേബർ കോഡുമായി നിലനിൽക്കാത്ത രീതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇവിടെ നിലനിൽക്കുന്നത് എന്താണ്? ലേബർ കോഡാണ്. സ്വാഭാവികമായും മോദി സർക്കാർ ഈ അർത്ഥത്തിൽ മൂലധന ശക്തികൾക്കൊപ്പമാണ്. അതൊരു പിന്തുടർച്ചയാണ്. അത് കോൺഗ്രസ് ചെയ്താണ്. അത് കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ BJP ചെയ്യുന്നതൊക്കെ ശരിയാണ്. പക്ഷേ ഇപ്പോൾ സംസ്ഥാനത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്ന യാഥാർത്ഥ്യത്തെ ഏതൊക്കെ തരത്തിൽ മറികടക്കാനാകും? നിങ്ങൾ വെച്ചതുപോലെ ഉള്ള ഗോപാൽ ഗൗഡ കമ്മിറ്റി അടക്കമുള്ളവയുടെ നിർദ്ദേശങ്ങൾ, അങ്ങനെ പല വിധത്തിലുമുള്ള പിൻബലങ്ങൾ LDF സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. അതിന് സഹായകമായ രീതിയിൽ ഏതൊക്കെ തരത്തിൽ ഇവിടെ ഈ സർക്കാർ ഇപ്പോൾ നീങ്ങണം? എന്തൊക്കെയാണ് തൊഴിലാളികളുടെ പക്ഷത്ത് നിന്ന്? ഈ പ്രശ്നത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായി നമ്മൾ കണ്ടുകൂടും. അപ്പോൾ മന്ത്രി പറഞ്ഞ അഭിപ്രായം ഞാൻ കേട്ടു. അദ്ദേഹം ഇടപെടുന്നുണ്ട്, അവർ വരുന്ന സമയത്ത് തന്നെ എപ്പോഴും വരാൻ തയ്യാറാണ് എന്ന നിലയിലുള്ള അഭിപ്രായം പറയുന്നുണ്ട്. അതൊക്കെ നല്ലത് തന്നെ. പക്ഷേ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായി നമ്മൾ കണ്ട് തീരുമാനം എടുക്കുന്നതിനേക്കാൾ ഉപരിയായി ഇന്ന് കേരളത്തിൻ്റെ ഇപ്പോൾ ഞാനിപ്പോൾ താമസിക്കുന്ന തൃക്കാക്കര പ്രദേശത്തെ ഇൻഫോ പാർക്കിലടക്കം ഇത്തരത്തിലുള്ള പല ഘട്ടങ്ങളിലും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഇടയ്ക്കൊക്കെ ഇടപെട്ടിട്ടാണ് ആ കാര്യങ്ങളിലെല്ലാം തീരുമാനം ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പോൾ പുതിയ ലേബർ കോഡ് വന്നപ്പോൾ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടേമാണ് ഫിക്സഡ് ടൈം എംപ്ലോയ്മെൻറ്റ്. ഈ ഫിക്സഡ് ടൈം എംപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ തൊഴിലുടമയ്ക്ക് എപ്പോൾ വേണമെങ്കിലും ആളെ എടുക്കാം. അത് തീർന്നു കഴിയുമ്പോൾ യാതൊരുവിധ ആനുകൂല്യങ്ങളില്ലാതെ പിരിച്ചുവിടാൻ കഴിയാവുന്ന രീതിയിലുള്ള ഒരു കോർപ്പറേറ്റുകൾക്കും അതേപോലെ തന്നെ തൊഴിലുടമകൾക്കും അംഗീകാരം കൊടുക്കുന്ന അല്ലെങ്കിൽ നിയമപരമായ പരിരക്ഷ കൊടുക്കുന്ന ഫിക്സഡ് ടൈം എംപ്ലോയ്മെൻ്റ് ഉണ്ട്. പുതിയ സാർവദേശീയ രാഷ്ട്രീയം നമ്മളെടുത്ത് നോക്കുമ്പോൾ ആ രാഷ്ട്രീയത്തിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാരണം പുതിയ കോർപ്പറേറ്റ് കമ്പനികളുടെ ഒരു പ്രധാനപ്പെട്ട രീതി എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് ഡിസൈൻ ചെയ്യുക, ഒരു സ്ഥലത്ത് മാർക്കറ്റ് ചെയ്യുക, ഒരു സ്ഥലത്ത് മാനുഫാക്ചർ ചെയ്യുക എന്ന നിലയിൽ വരുമ്പോൾ സ്വാഭാവികമായും മൂന്നാം ലോക രാജ്യങ്ങളിലെ തൊഴിലാളികളിലേക്കാണ് ഇതിൻ്റെ കാര്യങ്ങൾ വരും. കാരണം എന്തുകൊണ്ടാണ്? ഏറ്റവും വേതനം കുറച്ച് അവരെ തൊഴിലെടുപ്പിക്കുക എന്നുള്ള ഒരു ചൂഷണ മുഖമുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് മേക്കിംഗ് ഇന്ത്യയും ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ലേബർ കോഡ് വരുമ്പോൾ മൂലധനത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ കഴിയാവുന്ന രീതിയിലാണ് നിയമങ്ങൾ ഉണ്ടാകുന്നത്. അതിനെതിരായിട്ടുള്ള വലിയ പ്രക്ഷോഭങ്ങളിലൂടെ നടക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും നമ്മുടെ സംസ്ഥാനത്ത് മറ്റൊരു രീതിയിലുള്ളൊരു തൊഴിൽ സംസ്കാരം, ഇവിടുത്തെ സംഘടിതമായ തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെ വളരെ സജീവമായ ഇടപെടലുകൾ, പ്രക്ഷോഭങ്ങൾ, ഇതിൻ്റെ എല്ലാം ഭാഗമായിട്ടാണ് തൊഴിലാളിക്കൊരു തൊഴിൽ സുരക്ഷിതത്വം ഉണ്ടാകുന്നത്. ഇതിൽ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ രംഗത്ത് ഇപ്പോൾ നമ്മുടെ പിരിച്ചുവിടപ്പെട്ട ഒരു തൊഴിലാളി അടക്കം അവിടെ ഇരിപ്പുണ്ട്. ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന തൊഴിലെടുക്കുന്നവരും ഇതിൻ്റെ ഒരു ഗൗരവം മനസ്സിലാക്കണമെന്നുള്ളതാണ്. ഇപ്പോൾ മറ്റിടങ്ങളിലും ഇപ്പോൾ തൊഴിലെടുക്കുന്നവരുണ്ട്. അവർക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ലേബർ കോഡിൻ്റെ ഭാഗമായി പിന്നെ ഇവർ ചെയ്യുന്ന മറ്റൊരു പണിയുണ്ട്. എന്തെന്ന് വെച്ചാൽ ഈ കമ്പനികൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ ഇപ്പോൾ നിയമത്തിൻ്റെ അപ്പുറം മറികടക്കാൻ ഇപ്പോൾ 300 പേരിൽ കൂടുതലുണ്ടെങ്കിൽ അത് സർക്കാരിൻ്റെ അനുമതി വേണമെന്ന് പറയുമ്പോൾ തന്നെ ഇവരെന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ആ കമ്പനികൾ രണ്ടായി തന്നെ രജിസ്റ്റർ ചെയ്തുകൊണ്ടുള്ള തട്ടിപ്പുകൾ ഇതിൻ്റെ ഇടയ്ക്ക് നടക്കുന്നുണ്ട്. പലതരത്തിലുള്ള തട്ടിപ്പ് നടത്താനുള്ള സംവിധാനങ്ങളെല്ലാം ഈ ലേബർ കോഡിൻ്റെ അകത്ത് തന്നെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയെല്ലാം ഉള്ള നിലയിൽ എല്ലാ കോർപ്പറേറ്റുകളും അതേപോലെയുള്ള തൊഴിൽ സ്ഥാപനങ്ങളും അസംഘടിത മേഖലയിലെല്ലാം തൊഴിൽ സ്ഥാപനങ്ങൾ ഇങ്ങനെയൊക്കെ തുടരുമ്പോഴാണ് സംസ്ഥാന ഗവൺമെൻറ്റിന് മുമ്പിൽ ഈ പറഞ്ഞ പോലെ ഈ തൊഴിൽ നിയമങ്ങളിൽ നിന്ന് എങ്ങനെ, ഈ തൊഴിൽ കോഡുകളിൽ നിന്ന് തൊഴിലാളികളെ എങ്ങനെ സംരക്ഷിക്കണം എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ചർച്ച ഉയർന്നു വരുന്നത്. അതിലെല്ലാം ട്രേഡ് യൂണിയനുകൾക്കൊക്കെ നല്ല പങ്കുണ്ട്. എല്ലാവരും ഈ വിഷയത്തെ നമ്മൾ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി തൊഴിലാളികളുടെ ആകെ അവകാശങ്ങളെ സംരക്ഷിക്കാനും അവരുടെ തൊഴിൽ സുരക്ഷിതത്വം ഉറപ്പുവരുത്താനും ഈ പറയുന്ന പോലെ കോർപ്പറേറ്റുകളുടെ ഈ ചൂഷണത്തെ അവസാനിപ്പിക്കാനും കഴിയാവുന്ന നിലയിലുള്ള ഒരു ഇടപെടലിനെ സംബന്ധിച്ച് നമ്മൾ വളരെ ഗൗരവമായിരിക്കണം. അതിന് സംസ്ഥാന സർക്കാർ വളരെ അടിയന്തരമായി യുദ്ധകാല സമാനമായി ഇടപെടേണ്ട ഒരു വിഷയമായി ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത ദിവസം ഉണ്ടാവും. ഇപ്പോൾ ഇത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഇൻഫോ പാർക്കിൻ്റെ 1-2 പരാതികൾ നമ്മുടെ CA2ൻ്റെ ഓഫീസിലെത്തുന്ന സ്ഥിതിയുണ്ടായി. അവിടെയും ഇങ്ങനെ കൂട്ടപ്പിരിച്ചുകളെ കുറിച്ച് ആലോചിക്കുക എന്നാണ്. അപ്പോൾ ഇതൊരു കോറം ഹെൽത്തിലെ പ്രശ്നമായിട്ട് മാത്രം നമ്മൾ ഇതിനെ ചുരുക്കി കാണാതെ ഇതിന്നിപ്പോൾ എല്ലാ ഇടങ്ങളിലും എന്തുകൊണ്ടാണ് കേരളത്തിൽ നിന്ന് അവർ മാറി ചിന്തിക്കുന്നത്?
ചിന്തിക്കണമെന്ന് പറയുന്നത്? കേരളത്തിൽ നമ്മളിപ്പോൾ ഈ ഒരു വിഷയം ഉണ്ടായി കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായും പെട്ടെന്ന് തന്നെ അവിടെ ഇടപെടാനായിട്ട് തൊഴിലാളി സംഘടനകൾ സജീവമായി എന്നാണ് കാണുന്നത്. അപ്പോൾ ഇതൊരു കേവലം ഒറ്റപ്പെട്ട സംഭവമായി നമ്മൾ കാണാതെ സംസ്ഥാന ഗവൺമെൻറ് ഇതിൻ്റെ അകത്ത് കേരളത്തിൻ്റെ ഒരു തൊഴിൽ സംസ്കാരമൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് വളരെ കൃത്യമായിട്ടുള്ള ഒരു ഇടപെടലും ഇത് തടയാനായിട്ടുള്ള തൊഴിൽ സുരക്ഷിതത്വം ഉറപ്പുവരുത്താനുള്ള ഇടപെടലും കുട്ടികളുടെ ഭാവി നിങ്ങളൊന്നും ആലോചിച്ച് നോക്കുക. അവിടെയുള്ള 800ഓളം വരുന്ന കുട്ടികൾ അവിടെ വാടകയ്ക്ക് വീടെടുത്ത് താമസിക്കുന്നു. അവർക്കൊന്നും ഒരു രീതിയിലും നാളെ അവിടെ ചെല്ലുമ്പോൾ തൊഴിലില്ല എന്നുള്ള ഒരു പ്രതീക്ഷയില്ലാതെയാണ് നിൽക്കുന്നത്. അവരെല്ലാം എന്ത് നീചമാണ്, വിചിത്രമായ നടപടിയാണ്. ഒരു മനുഷ്യ മുഖമുണ്ടോ ഈ കാര്യത്തിൽ? അപ്പോൾ ഇതെല്ലാം വളരെ ഗൗരവമായി തന്നെ ചർച്ച ചെയ്യപ്പെടണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. തീർച്ചയായും ശ്രീ എ സജീവൻ, ഇവിടെ കാണേണ്ട ചില ക്രൂരതകളുണ്ട് ഈ കമ്പനിയുടെ ഭാഗത്തുനിന്ന്. ഒരു ദിവസം രാവിലെ വരുന്നു, ഇപ്പോൾ ഈ ലുധിയ ഫെർണാണ്ടസ് തന്നെ പറയുന്നതനുസരിച്ച് നോക്കുമ്പോൾ അവർക്കൊരു സൂചന പോലും ഇതുമായി ബന്ധപ്പെട്ട് മുൻകൂട്ടി നൽകിയിരുന്നില്ല എന്നുള്ളതാണ് വേറൊരു തയ്യാറെടുപ്പിന്. അതായത് ഇവരെ കൃത്യമായി ഇവരുടെ തൊഴിൽ ജീവിതത്തിന് ഒരു ഫുൾ സ്റ്റോപ്പ് ഇടുക എന്ന് പറയുന്ന ക്രൂരതയാണ് ഈ ചെറുപ്രായത്തിൽ അവർക്ക് നേരിടേണ്ടി വന്നത്. ഇതാണ് ഈ മുതലാളിത്തത്തിൻ്റെ കരാള ഹസ്തം എന്നൊക്കെ പറഞ്ഞപ്പോൾ പലരും തിരക്കഥകളിലൂടെ അടക്കം ആക്ഷേപിച്ചവർക്കൊക്കെ ഉള്ളൊരു മറുപടി ഇതിലുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടൊരു വസ്തുത എന്നത് പലരെയും മറ്റ് പല കമ്പനികളിലും ജോലി ചെയ്തിരുന്നവർ ഇവർ മോഹിപ്പിച്ച് ഇവിടേക്ക് എത്തിക്കുന്നുണ്ട്. അപ്പോൾ ആ കമ്പനി, അവർ ഉപേക്ഷിക്കുന്ന കമ്പനി പിന്നീട് അവരെ എടുക്കില്ല, എന്നിട്ട് ഇവിടെ എത്തുകയാണ്. എന്നിട്ടാണ് ഇവരോട് ഈ ക്രൂരത കാട്ടുന്നത്. മാത്രമല്ല EMI അടക്കം നമുക്കറിയാം, ഓരോ ജീവിത സാഹചര്യങ്ങൾക്കുമായി ഈ ശമ്പളത്തെ ആസൂത്രണം ചെയ്ത് ഇവർ പടുത്തു വെച്ചിരിക്കുന്ന ഇവരുടെ കാൽക്കുലേഷനുണ്ട്. അതൊന്നും ഒരു റീവയർ ചെയ്യാൻ പറ്റാത്ത വിധം പെട്ടെന്നൊരു ദിവസം ഇല്ലാതാക്കുകയാണ്. അത് വലിയ ക്രൂരതയും മനുഷ്യാവകാശ വിരുദ്ധയുണ്ട്. അതുകൊണ്ടാണ് ഈ തൊഴിലാളി വർഗബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ തൊഴിലാളികൾക്കൊപ്പം, ഈ ജീവനക്കാർക്കൊപ്പം, ഈ മേഖലയിലുള്ളവർക്കൊപ്പം ഒക്കെ നിൽക്കേണ്ടി വരുന്നതിൻ്റെ അനിവാര്യത. തീർച്ചയായിട്ടും ഇതിലൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഇതാണ്. ഒന്ന്, നമ്മൾ സാധാരണഗതിയിൽ നേരത്തെയൊക്കെ ഇപ്പോൾ പിരിച്ചുവിടലുണ്ടാവുമല്ലോ, പക്ഷെ അതിന് നോട്ടീസെങ്കിലും ഉണ്ടാകും. അതായത് ഞങ്ങൾക്ക് ഈ സ്ഥാപനം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ സേവനം ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് വരുമ്പോൾ അതിന് കൊടുക്കേണ്ട നിയമപരമായിട്ടുള്ള ഒരു നോട്ടീസ് പീരിയഡെങ്കിലും ഉണ്ടാവും. അപ്പോൾ ഈ തൊഴിലാളിക്ക് അതിനനുസരിച്ച് തൻ്റെ ജീവിതത്തിൽ ഇനി വരാൻ പോകുന്ന നാളിൽ ഇന്ന രീതിയിലായിരിക്കുന്ന സജ്ജമാവാനോ അല്ലെങ്കിൽ മറ്റൊരു തൊഴിൽ മേഖല കണ്ടെത്താനോ ഉള്ള സാധ്യതയെങ്കിലും ഉണ്ടാകും. ഇവിടെ അതൊന്നും ഉണ്ടാവുന്നില്ല. താങ്കൾ പറഞ്ഞ പോലെ വളരെ കൃത്യമായ വാക്കാണത്, ഒരു ഫുൾ സ്റ്റോപ്പ്. അത് എപ്പോഴാണ് ഇടുന്നത് എന്ന് തൊഴിലാളിക്കറിയില്ല. മുതലാളി, അതായത് കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ ഒറ്റയടിക്ക് ഒരു കുത്തുകുത്തിയാൽ അത് ഫുൾ സ്റ്റോപ്പ് ആവുന്നു. അത് എവിടെ കുത്തുന്നു എന്നത് അവരുടെ തീരുമാനമാണ്. എന്തിനു കുത്തുന്നു എന്ന് പോലും ചോദിക്കാൻ പറ്റില്ല. അപ്പൊ ആ ഫുൾ സ്റ്റോപ്പ് ഇടലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് അത് ഒരിക്കൽ പോലും തൊഴിൽ മേഖലയിൽ ഉണ്ടാവാൻ പാടില്ല. തൊഴിൽ സുരക്ഷ എന്ന് പറയുന്നത് എക്കാലവും ജോലി കൊടുക്കാൻ ഒരു വളരെ നഷ്ടത്തിലോടുന്ന സ്ഥാപനം ആണെന്ന് വെക്കുക. അത് അവർക്ക് എക്കാലത്തും തൊഴിൽ കൊടുക്കുക. പക്ഷെ അതിനൊരു നിയമപരമായിട്ടുള്ള സമയം കൊടുക്കേണ്ടതുണ്ട്. അവർക്ക് ഒരു നോട്ടീസ് പീരിയഡ് ഉണ്ടാവണമല്ലോ. ആ നോട്ടീസ് പീരിയഡ് പോലും ഇല്ല. അല്ലെങ്കിൽ അത് ചോദ്യം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സംവിധാനം വേണമല്ലോ. ഇത് നിങ്ങൾ എന്നെ വെറുതെ പിരിച്ചുവിടുകയാണ് അല്ലയോ എന്നുള്ള കാര്യം അതൊന്നും വഴിവെക്കാതെയാണ് ഉണ്ടാവും. ഇതിൽ ഒരു കാര്യം നേരത്തെ ഉദയകുമാർ പറഞ്ഞൊരു കാര്യം വളരെ ശ്രദ്ധേയമാണ്. കാരണം ഈ മുതലാളിമാർക്ക്, കോർപ്പറേറ്റുകൾക്ക് അറിയാം അവർ മുതലാളിമാർ ആണ്, അവർ മുതലാളി വർഗത്തിന്റെ ആളുകളാണെന്നറിയാം. അടുത്ത കാലത്ത് കുറച്ചു കാലമായിട്ട് സംഭവിച്ചൊരു കാര്യം, തൊഴിലാളി വർഗത്തിന് തങ്ങൾ തൊഴിലാളികളാണ് എന്ന ചിന്തയില്ലാതാവുന്ന ഒരവസ്ഥയുണ്ട്. പ്രത്യേകിച്ച് ഇതേപോലെയുള്ള ഈ സ്ഥാപനങ്ങളിലൊക്കെ, ഈ സോഫ്റ്റ്വെയർ സ്ഥാപനങ്ങളിലൊക്കെ ഉണ്ടാവുക അവർക്ക് ധാരാളം കാശ് കിട്ടുന്നു. അപ്പോൾ ആ തങ്ങൾ ഏത് സമയവും തങ്ങളെ ചൂഷണം ചെയ്യാൻ അപ്പുറത്തൊരു മുതലാളി ഉണ്ട്, അല്ലെങ്കിൽ തങ്ങൾ അവരുടെ ഭാഗമല്ല എന്നെങ്കിലും ചിന്തിക്കാനുള്ള ഒരു അവസ്ഥ ഇല്ലാതായിപ്പോയി. ഇപ്പോഴും ഈ തൊഴിൽ കോഡിനെ കുറിച്ചോ ഇത്തരത്തിലുള്ള പിരിച്ചുവിടലിനെ കുറിച്ചോ എത്ര പേർക്ക് ഈ മേഖലയിലുള്ള, ഞാൻ ഒരു കുറ്റപ്പെടുത്തി പറയുന്നില്ല, എത്ര പേർക്ക് അറിയാം എന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമായിട്ടുണ്ടാവില്ലേ? അതായത് തൊഴിൽ കോഡ് കുറച്ചു കാലമായി നമ്മൾ ഇതിനെക്കുറിച്ച് കേട്ടുകൊണ്ടിരിക്കുന്നത്. അത് തങ്ങൾക്ക് എത്രമാത്രം ഗുണകരമാണ്, തങ്ങളെ ബാധിക്കുന്നതാണോ, തങ്ങളുടെ ജീവിതത്തെ ഏതെങ്കിലും ഘട്ടത്തിൽ പെട്ടെന്ന് ബാധിക്കുമോ, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്ത പോലും ഈ മേഖലയിലുള്ള സാധാരണ ഒരു കമ്പനി തൊഴിലാളി ആണെങ്കിൽ അവനറിയാം വേറൊരു കമ്പനിയിൽ പ്രശ്നമുണ്ടായാൽ ഇത് തങ്ങളെ കൂടി ബാധിക്കാൻ സാധ്യതയുള്ള ഒന്നാണ്. അവിടെ ഇങ്ങനെ നിയമം വന്നു കഴിഞ്ഞാൽ തങ്ങളുടെ മുതലാളി കൂടി ഇത് കോപ്പി ചെയ്തുകൊണ്ട് നാളെ നടപ്പാക്കാൻ സാധ്യതയുള്ളതാണെന്ന് അറിയാവുന്ന ഒരു തൊഴിലാളികളുടെ ഒരു സംഘടിത ബോധം ഉണ്ട്. ആ സംഘടിത ബോധം ഇവിടെ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് അത് ഉണ്ടോ എന്നുള്ള ഞാൻ തീർത്ത് പറയുന്നില്ല, പക്ഷെ എൻ്റെ സംശയമാണ്. കാരണം ഞാൻ ഇത്രയും കാലത്തിനിടയിൽ അങ്ങനെ ഒരു തൊഴിലാളിയാണ് എന്നുള്ളൊരു ബോധം മാറിപ്പോകുന്നുണ്ട്. കാരണം
കാശ് ധാരാളം വരുന്നുണ്ട്. ആ കാശ് വരുമ്പോൾ നമ്മുടെ ജീവിതം പ്ലാൻ ചെയ്യുന്നിടത്ത് പോലും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഇവിടെയാണ് ഫുൾ സ്റ്റോപ്പിന് ഉണ്ടാവുന്ന ഏറ്റവും വലിയ പ്രശ്നം. ഒരു സാധാരണ തൊഴിലാളിയുടെ ജീവിതത്തിൽ ഫുൾ സ്റ്റോപ്പ് വരും. ഒന്നാമത് ഫുൾ സ്റ്റോപ്പ് പെട്ടെന്ന് വരില്ല, അതിനുള്ള സമയമൊക്കെ കിട്ടും. രണ്ടാം, ഫുൾ സ്റ്റോപ്പ് വന്നാൽ പോലും എങ്ങനെ അതിനെ മറികടക്കാന്നുള്ള രീതിയിൽ ജീവിതം തിരിക്കാനുള്ള ഒരു അവസരം അവർക്കുണ്ട്. അവർക്ക് അതിനുള്ള ഒരു പാഠവുമുണ്ട്. ഇവിടെ അതാണ് ഒരു പ്ലാനിങ് പോലും ഇല്ലാതെ, ഒരു പ്ലാനിങ് പോലും, ഒരു ആസൂത്രണത്തിന് പോലും സമയം കൊടുക്കാതെയാണ് ഈ തൊഴിലാളികൾ ഇത്തരത്തിൽ ക്രൂരത ചെയ്ത്. ഞാൻ തിരിച്ചെത്താം ശ്രീ എസ് സജീവൻ. തീർച്ചയായിട്ടും അതാണ് പ്രശ്നം. അതോടുകൂടിയിട്ട് പ്രത്യേകിച്ച് ചെറുപ്പത്തിലുള്ള ഈ കുട്ടികൾ അവര് എന്ത് ചെയ്യും? ഒറ്റയടിക്കാണ് തൊഴിലില്ലാതെ ആവുന്നത്. ആ തൊഴിലില്ലാതാവുന്നതോടുകൂടി അവരുടെ മാനസികാവസ്ഥ തകർന്നു പോകും. അതൊരു വലിയ പ്രശ്നമാണ്. നമ്മൾ ഇതിനെ കാണേണ്ടത് മാനസികാരോഗ്യത്തെ ബാധിക്കുന്ന കാര്യം കൂടിയാണ്. അവരൊക്കെ ലുധിയ ഫെർണാണ്ടസ്, നിങ്ങളും കൂട്ടരുമൊക്കെ ധൈര്യമായിരിക്കുക. ഇവിടെ നിങ്ങളോടൊപ്പം ഒരു വലിയ സമൂഹമുണ്ട്. ട്രേഡ് യൂണിയൻ സംസ്കാരത്തിൽ നിങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഒരു വലിയ രാഷ്ട്രീയ ലോകമുണ്ട്, ഒപ്പം മാധ്യമ പ്രവർത്തകരുണ്ട്, അടക്കമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിരിക്കുക. നിങ്ങൾക്കൊരു വിധത്തിലുമുള്ള ഡിപ്രഷൻ്റെയും ആവശ്യമില്ല. അതൊക്കെ നമുക്ക് ശരിയാക്കാം. പക്ഷേ ഒരു യാഥാർത്ഥ്യം, ഈ ലുധിയ, ഈ നിങ്ങളുടെയൊക്കെ മേഖലയിൽ ഈ കൂട്ടായ്മകൾ, തൊഴിലാളി കൂട്ടായ്മകൾ, ജീവനക്കാരുടെ കൂട്ടായ്മകൾ, ഇത്തരത്തിൽ ഈ ക്യാപിറ്റലുമായി ബാർഗെയിൻ ചെയ്യാൻ പവറുള്ള രീതിയിലേക്കുള്ള കൂട്ടായ്മകളുടെ കുറവുണ്ടോ? ആ അഭാവം നിങ്ങൾ ഈ പ്രശ്നം നേരിടുന്നതിലുണ്ടോ ലുധിയ? ഈ IT മേഖലയിൽ ഇങ്ങനത്തെ യൂണിയൻസ് കാണാൻ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അങ്ങനെ ഈ ഒരു ഫീൽഡിൽ ഞങ്ങൾക്ക് അവിടെ ആ ഒരു യൂണിയൻ ഇതുവരെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. അപ്പം ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഇപ്പോ എല്ലാ IT മേഖലകളിലും ഇങ്ങനെ ഒരു യൂണിയൻ വേണമെന്നാണ് എന്റെ അഭിപ്രായം. കാരണം നമുക്ക് വേണ്ടി സംസാരിക്കാനായിട്ട് ഇപ്പം നമ്മളിവിടെ കേരളം ആയതുകൊണ്ടാണ്, ഇതിവിടെ കേരളത്തിലുള്ള ഒരു കമ്പനി ആയതുകൊണ്ടാണ്, അവരുടെ ലൊക്കേഷൻ ഇവിടെ കേരളം ആയതുകൊണ്ടാണ് ഇപ്പൊ ഞങ്ങൾക്ക് ഒരു സിറ്റുവേഷൻ വന്നപ്പം ഇപ്പം CITU ആയിരുന്നാലും DYFI ആയിരുന്നാലും കേരള ഗവൺമെന്റ് ആയിരുന്നാലും എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്തത് ഇത് കേരളത്തിൽ ഉണ്ടായിരുന്ന ഒരു സംഭവം ആയതുകൊണ്ടാണ്. ഇപ്പൊ നമ്മൾ മറ്റ് വേറൊരു സംസ്ഥാനത്താണ് ഇത് സംഭവിച്ചിരുന്നുണ്ടെങ്കിൽ ആരും ചോദിക്കാൻ വരില്ല, ഞങ്ങൾക്ക് ആരോടും ചോദിക്കാനായിട്ടുള്ള ഒരു റൈറ്റും ഉണ്ടാവുമായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ളൊരു സംഘടനകൾ വേണമെന്നാണ് എൻ്റെ ഒരു പേഴ്സണലി ഉള്ള ഒരു അഭിപ്രായം. കാരണം പെട്ടെന്നൊരു നിമിഷം ജോലി ഇല്ലാണ്ടാവുക എന്ന് പറയുന്നത് എന്ത് ക്രൈറ്റീരിയയിലാണെന്നുള്ള ഒരു റീസൺ എങ്കിലും പറഞ്ഞാൽ, ബിസിനസ് ലോസും ഇവിടെയുള്ള ഈ ഒരു ചാർട്ട് വോളിയം ഇല്ലാത്തതാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് മറ്റ് ഇടത്ത് ഇതെല്ലാം സംഭവിക്കുന്നു? അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഈ ഒരു കമ്പനി തന്നെ ഞങ്ങൾക്ക് 3-ാം തീയതി തന്നെ കുറച്ചൊരു വിരലെണ്ണാവുന്ന കുറച്ച് പേരെ റീലൊക്കേഷൻ ചെയ്യിപ്പിച്ചു. അപ്പം അതിന് പ്രത്യേക ക്രൈറ്റീരിയസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു റീലൊക്കേഷൻ ചെയ്യിപ്പിക്കുമ്പോൾ ഈ ഒരു ബിസിനസ് ലോസിൽ നിൽക്കുന്ന കമ്പനിയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഫ്ലൈറ്റ് ടിക്കറ്റും അതേപോലെ തന്നെ സ്പെഷ്യൽ റീലൊക്കേഷൻ ബോണസ് ആയിട്ടുള്ള ഒരു 30,000 രൂപയും അതുപോലെ തന്നെ ഈ ഒരു 60 ദിവസത്തെ വർക്ക് ഫ്രം ഹോം ഓഫീസും കൊടുക്കേണ്ട ആവശ്യം ഉണ്ടാകുന്ന എനിക്ക് തോന്നുന്നില്ല, പേഴ്സണലി എനിക്ക് തോന്നുന്നില്ല. അപ്പം ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ബിസിനസ് ലോസോ അല്ലെങ്കിൽ ചാർട്ട് വോളിയം ഇല്ലാത്തതോ അല്ല. നമ്മുടെ കേരളത്തിൽ ഇനി ഈ ഒരു കമ്പനി വേണ്ട. അപ്പം നമ്മൾ ഇനി എങ്ങോട്ട് പോകും? നമ്മളിനി ഒരു നെക്സ്റ്റ് ഒരു ലൊക്കേഷൻസിലോട്ട് പോകുമ്പം ഈ ഒരു കമ്പനി എന്ന് വന്നതുകൊണ്ട് തന്നെ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കിട്ടത്തില്ല ജോലി. അത് മാത്രമല്ല ഇതൊരു സീസണൽ ബിസിനസ് ആണ്. അതായത് ഒരു 6 months റേഞ്ചിലാണ് ഇതിന്റെ ഒരു ഹയറിംഗ് ഒക്കെ വരുന്നത്. അപ്പൊ നമുക്ക് ആ ഒരു ടൈം വരെ ഇനി ഒരു 6 മാസം നമ്മൾ എന്തോ ചെയ്യും? കുറച്ചു പേർക്ക് ചിലപ്പോൾ കിട്ടുമായിരിക്കും, ഇനി അടുത്ത കുറച്ചു പേര് എന്തോ ചെയ്യും? അപ്പൊ നമുക്ക് അതിലൊരു ഇത്രയും ബൾക്കായിട്ട് നമുക്ക് ഒരിടത്തും പോയി അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അതൊക്കെ ഭയങ്കര ഒരു ചെയ്യാൻ പറ്റാത്തൊരു ഫീൽഡാണിത്. ഭയങ്കര കോമ്പറ്റീഷൻ ഉള്ള ഒരു ഫീൽഡാണ്. അപ്പൊ ഇത്രയും പേര് അടിച്ച് കയറി നമുക്കൊരു ജോലിക്ക് പോവാന്ന് പറയുന്നത്, അതുപോലെ തന്നെ പലരും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പലരും ഇപ്പം ചെന്നൈന്നായിരുന്നാലും കോയമ്പത്തൂർന്നായിരുന്നാലും അവിടുന്ന് എന്താ പറയാ പല കമ്പനീസിൽ നിന്ന് റിസൈൻ ചെയ്ത് വന്നവരാണ്. ഇനി അവർക്ക് തിരിച്ച് ഈ ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് അവിടെ തിരിച്ച് കയറാൻ പറ്റുമോ എന്ന് തന്നെ ഡൗട്ടാണ്. അപ്പൊ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഒരു റീസൺ. ഇപ്പൊ ഒരു 10-ാം തീയതി ചർച്ച ചെയ്യാന്ന് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് അവരുടെ ഹെഡിൽ നിന്ന് നമുക്ക് കൃത്യമായിട്ടുള്ള റീസൺ വേണം. എന്തുകൊണ്ട് നിങ്ങൾ കേരള ചൂസ് ചെയ്തു? ബിസിനസ് ലോസും ഞങ്ങൾക്ക് ചാർട്ട് വോളിയം ഇല്ലാത്തത് അറിയേണ്ട ആവശ്യമില്ല. ഞങ്ങൾക്ക് എന്തുകൊണ്ടാണ് കേരളത്തിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ഒരു സംഭവം ഈ രീതിയിലാക്കിയത് എന്നുള്ളൊരു റീസൺ ഒരു എംപ്ലോയീസ് എന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ ആഗ്രഹമുണ്ട്. ഞങ്ങൾക്ക് അത് അറിയണം.
അതിന് വേണ്ടിയിട്ട് കേരള ഗവൺമെന്റ് ഞങ്ങളുടെ കൂടെ സപ്പോർട്ടീവായിട്ട് ഇത്രയും നാൾ എങ്ങനെയാണ് നിന്നത് ആ ഒരു സപ്പോർട്ട് ഇനിയും പ്രതീക്ഷിക്കുന്നു. അത് മാത്രമേ എനിക്ക് പറയാനായിട്ടുള്ളൂ. ഇത്തരം വിഭാഗങ്ങൾ തൊഴിലെടുക്കുന്നവർ അല്ലെങ്കിൽ ആധുനിക തൊഴിൽ സ്വഭാവത്തിൽ തൊഴിലെടുക്കുന്നവർ അവർക്ക് ഈ നമ്മുടെ പരമ്പരാഗതമായി നമ്മൾ തുടർന്നു വരുന്ന ഒരു ട്രേഡ് യൂണിയൻ്റെ ആ ഗ്രാവിറ്റിയിൽ ഉള്ള പ്രവർത്തനം ഇല്ലാത്തതിൻ്റെ അഭാവം അവർ ഇപ്പോൾ മനസ്സിലാക്കുന്നു. അവർക്കതിൽ റിഗ്രറ്റ് ഉണ്ട്. ഒന്ന്. രണ്ട്, ഈ ഇൻ്റർനാഷണൽ, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷനൊക്കെയായി ബന്ധപ്പെട്ട് നമ്മളുടെ ട്രേഡ് യൂണിയൻ സ്വഭാവത്തിൽ അല്ലെങ്കിൽ പോലും അമേരിക്കയിൽ ഈ തൊഴിലാളി സംരക്ഷണ സാധ്യമാക്കുന്ന ചില ഓർഗനൈസേഷൻസ് ഉണ്ട്. അവരുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാൽ കൂടി മാത്രമേ ഈ പ്രശ്നത്തിനൊരു ശാശ്വത പരിഹാരം കാണാനാകൂ. അത് ട്രേഡ് യൂണിയൻ തലത്തിലും ചെയ്യാവുന്നതാണ് അല്ലേ? എൻ്റെ സംശയമാണ്. ഈ 2026 അന്താരാഷ്ട്ര കോടതിയുടെ ഒരു വിധി വന്നിട്ടുണ്ട്. അതിൽ പറയുന്നത് പണിമുടക്ക് കുറ്റമല്ല, അവരുടെ ജനാധിപത്യ അവകാശമാണെന്നുള്ളൊരു വിധി വന്നിട്ടുണ്ട്. പക്ഷേ സുപ്രീം കോടതി പണിമുടക്ക് അടക്കമുള്ള കാര്യങ്ങൾ മൗലികാവകാശമാണെന്നതിനെ സംബന്ധിച്ചുള്ള പൂർണ്ണമായ രൂപത്തിലെത്തിയിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായും ഇപ്പം നമ്മൾ കണ്ടത് ഈ ലേബർ കോഡിൻ്റെ ഏറ്റവും ക്രൂരമായ മുഖമാണ്. ഇപ്പം ജനങ്ങൾക്ക് പയ്യെ പയ്യെ അത് മനസ്സിലാക്കിയിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ ഈ മേഖലയിൽ, ഇപ്പോൾ ആ കുട്ടി പറഞ്ഞതുപോലെ IT മേഖലയിൽ വരുന്ന ആളുകൾക്ക് സംഘടനാപരമായി അവർക്ക് കൂട്ടായി ഒരു സംഘടന രൂപീകരിക്കാനോ അതുമായെല്ലാം ബന്ധപ്പെട്ടുകൊണ്ട് സാധ്യമാകുന്നില്ല. ഇത് തന്നെയാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. കാരണം അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളിവിടെ ചർച്ച ചെയ്തപ്പോൾ ഒരു കാര്യം പറഞ്ഞു, ഇൻഡിവിജ്വൽ കോൺട്രാക്റ്റ് ഇവർ തമ്മിലുണ്ടാക്കും. അതാണ് കുട്ടി പറഞ്ഞത് 2-3 പേരെയൊക്കെ പിരിച്ചു വിട്ടു, ടെർമിനേറ്റ് ചെയ്തു എന്നൊക്കെ. ഇപ്പോൾ ഇൻഡിവിജ്വൽ കോൺട്രാക്റ്റിൽ ഇവർ എഴുതി വയ്ക്കുന്നത് ആദ്യത്തെ പോയിന്റ് തന്നെ ഇനി സംഘടനാപരമായി ഒരു കാര്യത്തിൽ ഇടപെടില്ല എന്നുള്ള പോയിന്റ് വരെ പലയിടങ്ങളിലും നമുക്ക് ഓർഗനൈസേഷനിലൊന്നും ഇടപെടില്ല എന്നുള്ള പോയിന്റ് വരെ എഴുതി ഒപ്പിടിച്ചിട്ടാണ് ഇവർ ഈ കോൺട്രാക്ച്വൽ ഇൻഡിവിജ്വൽ എഗ്രിമെൻ്റ് ഉണ്ടാക്കുന്നത്. ഞങ്ങളവിടെ ചെന്ന് ചർച്ച ചെയ്തപ്പോൾ ഇവർ പറഞ്ഞത് ലേബർ കോഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിയമപരമായ പരിരക്ഷ ഞങ്ങൾക്ക് ഉണ്ടെന്നാണ്. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ തന്നെ അവിടെ പറഞ്ഞു, ഈ സർക്കാർ ഇപ്പോൾ ഈ ലേബർ കോഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വിജ്ഞാപനവും ഇതുവരെ ഇറക്കിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ നിയമസാധുത പരിശോധിക്കാനാണ് കേരള തൊഴിൽ വകുപ്പ് ഇടപെട്ടിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് തൊഴിൽ വകുപ്പ് സ്റ്റാറ്റസ് കോ തുടരണമെന്ന് പറഞ്ഞത്. കമ്പനി പിന്നീട് ചെയ്തത് എന്താ, ഈ പറയുന്ന എല്ലാ തരത്തിലുള്ള നിലപാടുണ്ടായിട്ട് പോലും അവരുടെ ശമ്പളം അവരിലേക്ക് ക്രെഡിറ്റ് ചെയ്യുകയും അതനുസരിച്ചിട്ട് പോവുകയും ചെയ്ത്. ഇതിൻ്റെ മറ്റൊരു പ്രശ്നം, ഓരോ ജീവനക്കാരുടെയും നിയമപരമായ സ്ഥാനം വ്യത്യസ്തമായിരിക്കും. അവർ വർക്ക്മാൻ, മാനേജീരിയൽ ജീവനക്കാരനാണോ, നിയമന കരാറിലെ വ്യവസ്ഥകൾ എന്തൊക്കെയാണെന്നെല്ലാം ആശ്രയിച്ചിരിച്ചുകൊണ്ടുള്ള അന്തിമമായ നിയമപരമായ വിലയിരുത്തലൊക്കെ നടക്കുകയുള്ളൂ. എന്നാൽ ലേബർ കോഡ് ഉള്ളതുകൊണ്ട് മുൻകൂർ അറിയിപ്പില്ലാതെ കൂട്ടപ്പിരിച്ചു വിടാം എന്ന വാദത്തിന് നിലവിൽ വ്യക്തമായ നിയമപരമായ അടിത്തറയൊന്നുമില്ല. പ്രത്യേകിച്ച് കേരള സർക്കാർ ഈ കോഡുകൾ ഇതുവരെ പൂർണ്ണമായി നടപ്പിലാക്കിയിട്ടില്ലാത്തതുകൊണ്ട് വ്യക്തമായും പഴയ കോഡുകളിൽ തന്നെയാണ്, ഇപ്പോൾ പഴയ ലേബർ നിയമങ്ങൾ വെച്ച് തന്നെയാണ് ഇത് കാര്യങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിനകത്ത് വളരെ കൃത്യമായി നേരത്തെ അജിത് ഷാ പറഞ്ഞതുപോലെ അന്താരാഷ്ട്ര ലെവലിലുള്ള കാര്യങ്ങളും ഈ ദേശീയ തലത്തിലുള്ള പ്രശ്നങ്ങളും എല്ലാം വച്ചുകൊണ്ട് വലിയൊരു പോരാട്ടത്തിൻ്റെ, ഇത് വെറുതെ ആരും അറിയാതെ ചെയ്യുന്നൊരു പ്രത്യേക ഇതൊന്നുമല്ല, ഇതിന് വ്യക്തമായൊരു രാഷ്ട്രീയമുണ്ട്. കോർപ്പറേറ്റുകൾക്ക് അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ കഴിയാവുന്ന രീതിയിൽ അതിനെന്താണോ തടസ്സം, ആ തടസ്സങ്ങളിലൊന്നാണ് തൊഴിൽ നിയമങ്ങൾ. ആ തൊഴിൽ നിയമങ്ങളുടെ തടസ്സം, അവരുടെ ആനുകൂല്യങ്ങൾ, അവരുടെ പരിരക്ഷകൾ, അവർക്ക് തൊഴിലാളികളുടെ പരമാവധി ആനുകൂല്യങ്ങളില്ലാത്ത ഹയർ ആൻഡ് ഫയർ ചെയ്യാൻ കഴിയാവുന്ന രീതിയിലേക്കുള്ള ഒരു ഇതാക്കി ഇന്ത്യയെ മാറ്റണം. കാരണം ഏറ്റവും വലിയ മാർക്കറ്റാണ്, ഏറ്റവും വലിയ ജനസംഖ്യയുള്ള ഒരു രാജ്യമാണ്, ഏറ്റവും കൂടുതൽ തൊഴിലാളികളെ കിട്ടുന്ന രാജ്യമാണ്, ജീവനക്കാരെ കിട്ടുന്ന കാര്യമാണ്, ആ മാൻ പവർ കിട്ടുന്ന രാജ്യമാണ്. അപ്പോൾ അതുകൊണ്ട് അതിനെ വളരെ ഭംഗിയായി മോദി ഗവൺമെൻറ് ലേബർ കോഡ് കൊണ്ടുവന്ന് വളരെ ഭംഗിയായി മൂലധനത്തിൻ്റെ താല്പര്യത്തോടെ സംരക്ഷിക്കുന്ന ഈ രാഷ്ട്രീയം കൂടി നമ്മൾ ഇതിൻ്റെ അകത്ത് ചർച്ച ചെയ്യപ്പെടണം. തീർച്ചയായും ആ രാഷ്ട്രീയം കൂടിയാണ് പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. ഇവരുടെ വിഷയം നമ്മൾ പ്രകടമായും കണ്ട ഒരു ചെറിയ ഉദാഹരണം മാത്രമാണ്. ഇതിൻ്റെ എൻട്രി, വാതിൽ തുറക്കുന്നതാണ്. പല ഘട്ടങ്ങളിലും നാം കണ്ടതാണ്. കർഷക ദ്രോഹ നയങ്ങളിലൂടെയൊക്കെ പല വിധത്തിലും ഈ അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങൾക്ക് നേരെയുള്ള മോദിയുടെ കടന്നുകയറ്റം നാം കണ്ടതാണ്. റജിനസ് ഉണ്ണിത്താൻ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇപ്പോൾ ശ്രീ ഉദയകുമാർ ഏറ്റവും ഒടുവിൽ സൂചിപ്പിച്ചത്. കാരണം ഒരു എക്സ്പ്ലോയിറ്റേഷൻ, ഒരു ചൂഷണാധിഷ്ഠിതമായി പ്രവർത്തിക്കുന്ന മൂലധന ശക്തികൾക്ക് എപ്പോഴും ഇത് അവരുടെ ഉള്ളടക്കമാണ്. അതിനെ സഹായിക്കുന്ന ഈ ക്രോണി ക്യാപിറ്റലിസം അടക്കം, ചെങ്ങാത്ത മുതലാളിത്തം അടക്കം തുടരുന്ന മോദി സർക്കാരിൻ്റെ രാഷ്ട്രീയം കൂടിയുണ്ട്. അതുകൂടി കണ്ട് പ്രതിരോധിക്കാൻ നമുക്കാകണം. അവിടെയാണ് ഏറ്റവും പ്രസക്തമായ അടിവരയിടേണ്ടത്. ഇനി എന്തൊക്കെയാണ് സർക്കാരിൻ്റെ മുമ്പിൽ ഈ ചർച്ച എന്നത് നല്ലൊരു കാര്യം, അതവിടെ നിൽക്കട്ടെ. ഇതിനെ ദീർഘദൂരത്തിൽ നമുക്ക് കാണേണ്ടതില്ലേ? കാരണം ലാ എൻഫോഴ്സ് ചെയ്യാത്ത ഒരു കോൺട്രാക്റ്റ് എങ്ങനെ നിലനിൽക്കും? ഇത് ലാ എൻഫോഴ്സ് ചെയ്യുന്നതല്ല എന്ന് വരുത്തി തീർക്കാനാകണം. കാരണം
ഒരു കഞ്ചാവ് വിൽപ്പന ചെയ്യാൻ ഒരു കരാർ ഒപ്പിട്ടു എന്ന് പറഞ്ഞ് കോടതി പോകാനാകില്ലല്ലോ. അപ്പോൾ ഇല്ലീഗലാണത്. അപ്പോൾ ലാ എൻഫോഴ്സ് ചെയ്യാത്ത ഒന്നാണിത്, ഈ ചട്ടം അത്തരത്തിലുള്ളതാണ്, ഈ കോഡ് എന്ന് പറയുന്ന തരത്തിലേക്ക് നമുക്ക് ഉണരാനാകണം. അതാണ് ഇതിൻ്റെ നിയമപരമായ വശം. അങ്ങനെ 2-3 രാഷ്ട്രീയവും നിയമപരവും ജനകീയവും ഒക്കെയായ പല വശങ്ങൾ ഇതിലുള്ളടങ്ങിയിട്ടുണ്ട്. രജിൻ, നോക്കൂ അജിംഷാദെ, നമുക്ക് ആദ്യമായി ഈ പറയുന്ന തൊഴിലാളി സുഹൃത്തുക്കൾ അവരുടെ ആവലാതി പരിഹരിക്കുക എന്നുള്ളതാണ് സർക്കാരിൻ്റെ മുന്നിലുള്ള ഏറ്റവും വലിയ ദൗത്യം എന്ന് പറയുന്നത്. അവർക്ക് പോലും സർക്കാരിനെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഒരു ഗവൺമെൻറ് ഇടപെടേണ്ട സമയത്ത് തന്നെ അതുമായി ബന്ധപ്പെട്ട ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ, ഇപ്പം ബഹുമാനപ്പെട്ട ശ്രീമതി ബിന്ദുകൃഷ്ണ ഉൾപ്പെടെ ഉള്ള തൊഴിൽ വകുപ്പ് മന്ത്രി തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഈ ചാനലിൽ തന്നെ അഭിപ്രായം പറഞ്ഞിരിക്കുകയാണ്. അവരുടെ ആശങ്കകൾ പരിഹരിച്ച് അവരുടെ ജോലി അവിടെ നിലനിർത്തുക എന്നുള്ളതും അതുമായി ബന്ധപ്പെട്ട ചർച്ചകളുമായി മുന്നോട്ട് പോകുന്ന ഗവൺമെൻറ് നാളെ കാലം വേറെ ഒരു കമ്പനികളിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടപ്പിലാകാതിരിക്കുവാനുള്ള ശ്രമങ്ങളുമായി തന്നെ മുന്നോട്ട് പോകും, യാതൊരു സംശയവുമില്ല. ഇത് നമ്മളിപ്പോൾ പറഞ്ഞല്ലേ, ജിംഷാദ് തന്നെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ അടിവരയിട്ട് തന്നെ പറയാം. ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഈ തൊഴിലാളി വർഗങ്ങളോട് കാണിക്കുന്ന അങ്ങേയറ്റ അവഗണനയുടെ ഫലമായിട്ട് കോർപ്പറേറ്റുകളെ സംരക്ഷിക്കുന്നതിൻ്റെ രീതിയിലേക്ക് പോകുന്ന ഒരു കേന്ദ്ര ഗവൺമെൻറ് ഈ തൊഴിലാളികളുടെ മുകളിൽ അടിച്ചേൽപ്പിക്കുന്ന രീതിയിലേക്കുള്ള ഒരു ലേബർ കോഡുകളായിട്ട് ഇതിനെ മാറ്റിയെടുക്കേണ്ടി വരും. കാരണം ഈ 4 കോഡുകളും നമ്മൾ നിരന്തരമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഞാൻ സമയപരിമിതി ഉള്ളതുകൊണ്ടാണ് ഇടപെടുന്നത്. മനസ്സിലായി, മനസ്സിലായി. രഞ്ജിനത് നേരത്തെ തന്നെ അത് കൺവിൻസ് ആക്കിയതാണ്. ഞാൻ ഒരു മിനിറ്റിൽ താഴെ ശ്രീ എ സജീവൻ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വശം ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? സർക്കാർ, ട്രേഡ് യൂണിയനുകൾ ഒക്കെ യോജിച്ച് എന്താണ് ചുരുക്കി? ഇപ്പോൾ ഈ നടപടി നേരിട്ടിട്ടുള്ള ആളുകളുടെ കാര്യം തീർക്കുക എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷെ അതിനേക്കാളൊക്കെ പ്രധാനമുള്ളത് കേന്ദ്ര സർക്കാരിന്റെ ഇപ്പോഴത്തെ ഈ കോർപ്പറേറ്റ് അനുകൂലമായിട്ടുള്ള നിലപാട് മാറ്റിയെടുക്കാൻ സംഘടിതമായ പോരാട്ടം അതുണ്ടാവേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ ഇത് ആവർത്തിക്കും. ഇപ്പൊ ഇവിടെ നടന്നിട്ടുള്ള ഇതേ രീതി മറ്റുള്ള കോർപ്പറേറ്റ് സംവിധാനങ്ങളും തുടർച്ചയായി ചെയ്യുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം അതിനനുകൂലമായിട്ടുള്ള ഒരു തൊഴിൽ അവസരം എന്നല്ല പറയാ, അതിനുള്ള ഒരു കാലാവസ്ഥ ഉണ്ടാക്കി തീർത്തിട്ടുണ്ട്. അതില്ലാതാക്കാൻ കേന്ദ്ര തീർച്ചയായും ആ സംഘടനാ ബോധത്തോടുകൂടി അല്ലെങ്കിൽ ആ സംഘബോധത്തോടു കൂടി തന്നെ മുന്നോട്ട് പോകേണ്ടതുണ്ട് തൊഴിലാളി വർഗം. അതായത് ഏത് കോഡുമായി തൊഴിലാളി വിരുദ്ധ ഭാവത്തിൽ മോദിയല്ല ആരിവിടേക്ക് പറന്നിറങ്ങിയാലും, ഏത് അമേരിക്കൻ ശക്തികളായാലും ഏത് മൂലധന ശക്തികളായാലും ഇവിടേക്ക് പറന്നിറങ്ങിയാലും ഞങ്ങളുടെ തൊഴിലാളികളുടെ ഒരു തുള്ളിയിലേക്ക് പോലും നിങ്ങളുടെ കൊത്തിവലിക്കൽ പോകാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന സംഘബോധം, എന്ന സംഘടിതമായ ബോധം, തൊഴിലാളി വർഗ ബോധം അനിവാര്യമാക്കുന്ന രാഷ്ട്രീയ പ്രക്രിയ, അതൊക്കെ ഞങ്ങൾ ഉയർത്തിപ്പിടിക്കും. ഈ തൊഴിലാളികൾക്കൊപ്പമാണ് എന്ന വലിയ പ്രഖ്യാപനമാണ് ചർച്ചയെ ക്രോഡീകരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ചർച്ചയിൽ പങ്കെടുത്തവർക്കൊക്കെ നന്ദി. ന്യൂസ് ആൻഡ് ന്യൂസിലൂടെ പൂർണ്ണമാകുന്നു.